ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി ഒന്ന് പറയാവോ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന്? കാരണം ഞാനിപ്പോൾ Yes. ഓക്കെ. അപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടോ? Yes. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഹോമിയോപ്പതിക് ഫാർമസിയാണ്. അതിനകത്ത് തന്നെ നമ്മൾ ഫാർമസി എന്താണ്, അതുപോലെ തന്നെ ഫാർമക്കോപ്പിയ, പിന്നെ കളക്ഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. ഈ 3 സെക്ഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഗോയിങ് ടു ഹോമിയോപ്പതിക് ഫാർമസി. ഈ നമ്മുടെ ഹോമിയോപ്പതിക് ഫാർമസിൻ്റെ ഒറിജിനാലിറ്റി ആൻഡ് സ്പെഷ്യാലിറ്റി, അതായത് മറ്റ് ഫാർമസീനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹോമിയോപ്പതിക് ഫാർമസിക്ക് കുറേ അധികം സ്പെഷ്യാലിറ്റീസും കുറേ അധികം എന്താ പറയുക ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഹോമിയോപ്പതിക് ഫാർമസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് തിയറി ഓഫ് ഡൈനമൈസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹോമിയോപ്പതിയിൽ ഓരോ ഡ്രഗും നല്ല രീതിയിൽ തറഫ്ലി ഡൈനമൈസ് ചെയ്തെടുക്കുന്ന മെഡിസിൻസ് ആണ്. അതായത് ഡൈനമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പറയാം, ഡൈനമൈസേഷൻ എന്ന് പറയുമ്പം ഒരു ഡ്രഗ് സബ്സ്റ്റൻസ്, നമുക്കിപ്പം പ്ലാൻ കിങ്ഡം, അനിമൽ കിങ്ഡം, മിനറൽ കിങ്ഡം, അതുപോലെ നോസോട്സ്, സാർക്കോട്സ്, ഇമ്പണ്ടറബിളിയ, ഇങ്ങനെ നമുക്ക് ഒത്തിരി സോഴ്സസിൽ നിന്ന്, കൂടാതെ ബവൽ നോസോട്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് ഡ്രഗ്സ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് സോഴ്സസിലുള്ള ഡ്രഗ്സിനെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡ്രഗ് പവർ, അതായത് അതിനകത്ത് ആ ഒരു എൻറ്റയർ ഡ്രഗിൽ അതിൻ്റെ ആ ഒരു ഡ്രഗിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി കൊടുക്കുന്ന എലമെൻസിനെ എന്താണ് പല പ്രോസസ്സിലൂടെയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്ലാൻ കിങ്ഡം എടുക്കുകയാണെങ്കിൽ എല്ലാ മോൾ പ്ലാന്റ്സ് നിന്ന് ഉണ്ടാക്കുന്ന മെഡിസിൻസ് അല്ല. ചില മെഡിസിൻസ് ഫ്ലവേഴ്സിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, ചില മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ലീവ്സിൽ നിന്നാണ്. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രഗ് സബ്സ്റ്റൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏത് പാർട്ടാണേലും അതുപോലെ തന്നെയാണ് അനിമൽ, ഏതൊരു കിങ്ഡത്തിനായാലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സോഴ്സസിലുള്ള ഡ്രഗ് സബ്സ്റ്റൻസസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോമിയോപ്പതിക് ഫാർമസിയിൽ ഡൈനമൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് അതിൻ്റെ പവർ, അതിന് എത്രത്തോളമാണോ ഡ്രഗ് പവർ ഉള്ളത്, ഡ്രഗിന് എത്രത്തോളം വീര്യമുണ്ടോ, അതിന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ മരുന്നിൻ്റെ വീര്യം കൂട്ടുന്ന പ്രോസസ്സ്, അതിനെയാണ് ഡൈനമൈസേഷൻ എന്ന് പറയുന്നത്. അത് മറ്റൊരു മേഖലയിലും, അപ്പോൾ അലോപ്പതി ആയിക്കോട്ടെ ആയുർവേദത്തിലായിക്കോട്ടെ ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തിയറി ഓഫ് ഡൈനമൈസേഷൻ ആണ്. സെക്കൻഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഡ്രഗ് പ്രൂവിങ്ങിലൂടെയാണ് ഓരോ മെഡിസിനും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഡിസീസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ പോലുമല്ല, ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ, അത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൽ, ഡിഫറെൻറ്റ് സെക്സസിൽ എന്താണ് പ്രൂവ് ചെയ്തെടുത്തിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മുടെ ഓരോ മെഡിസിൻസും എന്ന് പറയുന്നത്. അത് ഏത് സോഴ്സ് ഏതും ആയിക്കോട്ടെ, ഏത് മെഡിസിനും, ഈവൻ നോസോട്സും സാർക്കോട്സും പോലും പ്രൂവ് ചെയ്തെടുത്തിട്ടുള്ള മെഡിസിൻസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് സിംഗിൾ റെമഡിയാണ്. ഹോമിയോപ്പതിക് ഫാർമസിയിൽ നമുക്കറിയാം, നമുക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കേസ് ടേക്കിംഗ് കറക്റ്റായിട്ടും ഈവൻ ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ റെമഡി കൊണ്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാർമസിയാണ് ഹോമിയോപ്പതിയിലുള്ളത്. സോ സിംഗിൾ റെമഡി അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതായത് മറ്റ് മെഡിസിൻ സിസ്റ്റത്തിനെ വെച്ചിട്ട് ഹോമിയോപ്പതിക് ഫാർമസിയിലുള്ള സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്യൂരിറ്റി ആൻഡ് ടോട്ടാലിറ്റി ഓഫ് ദ ഡ്രഗ് സോഴ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏതൊരു ഡ്രഗ് സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഡ്രഗ് ആണെങ്കിലും അതിൻ്റെ പ്യൂരിറ്റി, അതിനാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലേ. പ്യൂരിറ്റിയും അതിൻ്റെ ടോട്ടാലിറ്റി, നമ്മളിപ്പോൾ ഒരു ഡ്രഗ് സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ, ഇപ്പോൾ വോൾ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഒരു മെഡിസിൻ ആണ്, അതായത് ഈവൻ റൂട്ട് വരെ ആ ഒരു പ്ലാന്റിന്റെ വോൾ പാർട്സും യൂസ് ചെയ്തെടുക്കുന്ന മെഡിസിൻസ് ആണ് അക്കോണൈറ്റ്, ബെല്ലഡോണ, ചെമോമില്ല, ഇങ്ങനെയുള്ള മെഡിസിൻസ്. ഇനി ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ജസ്റ്റ് ഞാൻ ഓർമ്മയിൽ വന്ന കുറച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കുമ്പം ഒരു അക്കോണൈറ്റ് പ്ലാന്റ് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ
എടുത്ത അക്കോണൈറ്റ് പ്ലാന്റിന്റെ ഓൾ പാർട്ടും നമ്മൾ മെഡിസിൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബെല്ലഡോണ ആയിക്കോട്ടെ, ചമോമില്ല ആയിക്കോട്ടെ, ഡൾക്യാമറ, യൂഫ്രേഷ്യ, ഇതെല്ലാം ഓൾ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നു. അപ്പം ഇത് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പിക്കാക്ക് എങ്ങനെയാണ്? ഇപ്പിക്കാക്കിന്റെ മെഡിസിൻ ഉണ്ടാക്കുന്ന ഡ്രൈഡ് ആയിട്ടുള്ള അതിന്റെ ഫ്രഷ് സീഡ്സിൽ നിന്നാണ് ഇപ്പിക്കാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അത് എടുക്കുമ്പം ആ സീഡ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സോയ്സിന് എന്തെങ്കിലും തരത്തിലുള്ള പ്യൂരിറ്റി കുറവോ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ ഉണ്ടെങ്കിൽ ആ ഡ്രഗ് സോയ്സ് നമ്മൾ യൂസ് ചെയ്യത്തില്ല, അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രത്തോളം പ്യൂരിറ്റിയും ടോട്ടാലിറ്റിയും ഹോമിയോപ്പതിക് ഫാർമസിയിൽ ഉറപ്പ് വരുത്തിയാണ് ഓരോ മെഡിസിൻസും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ പൊട്ടൻസി നമുക്കറിയാം. അക്കോണൈറ്റം നേപ്പലസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പൊട്ടൻസിയിൽ മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 30 തൊട്ട് പല പൊട്ടൻസീസിൽ നമുക്കത് അവൈലബിൾ ആണ്. പല സ്കെയിലിൽ ഡൈനാമൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡെസിമൽ സ്കെയിലിലും സെന്റിസിമൽ സ്കെയിലിലും ഒക്കെ എന്താ പറയുക, ഡിഫറെൻറ്റ് സ്കെയിൽസിൽ ഡൈനാമൈസ് ചെയ്തെടുത്ത പല പൊട്ടൻസീസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പ്യൂരിറ്റിയും ടോട്ടാലിറ്റിയും തറഫ്ലി എന്താ പറയുക നോക്കി നോട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഓരോ ഡ്രഗ്സും ഓരോ മെഡിസിൻസ്, ഓരോ റെമഡീസും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകതയാണ്, അതായത് നമ്മുടെ ഒരു അഞ്ചാമത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? ഇറ്റ് ഈസ് സിമ്പിൾ ടു ഡിസ്പെൻസ് ആൻഡ് ഈസി ടു അഡ്മിനിസ്റ്റർ. നമുക്കറിയാം ഡിസ്പെൻസ് ചെയ്യാൻ എന്താ പറയുക, വളരെ സിമ്പിളാണ്. നമുക്ക് എന്താ പറയുക, നമ്മളൊരു മെഡിസിൻ എടുത്തിട്ട് അതിനെ നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക ഗ്ലോബ്യൂൾസിലോ ഷുഗർ ഓഫ് മിൽക്കിലോ ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്പെൻസ് ചെയ്യാം. അഡ്മിനിസ്റ്റർ ചെയ്യാനും എന്താണ്, ഇപ്പം ഈവൻ നമ്മൾ കൊടുക്കുന്ന ഒരു പേഷ്യൻസിനാണെങ്കിൽ പോലും അവർക്കത് ഇപ്പോൾ അലോപ്പതി മെഡിസിൻസ് ഒക്കെ എന്താണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. കാരണം ചില മരുന്നിന് നല്ല രീതിയിലുള്ള കയ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ടാബ്ലറ്റ്സ് ഒക്കെ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർ മാത്രമേ ഈസി ആയിട്ട് അത് എടുക്കുള്ളൂ. ചില ഏജ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കുട്ടികളെ പോലുള്ളവർക്ക് അത് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റിൽ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻസ്, IVs ഒക്കെ കൂടുതൽ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ അടുത്തൊരു ഹോമിയോപ്പതിക് ഫാർമസീന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് ലോങ് ഷെൽഫ് ലൈഫ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് ഒരുപാട് രൂപയൊന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ചീപ്പായിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന, നമ്മുടെ സാധാരണ ഫാർമസീസിലാണെങ്കിൽ പോലും കിട്ടുന്ന മെഡിസിൻസ് ആണ് ഏതെന്ന് പറയുന്നത്, ഹോമിയോപ്പതിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് ഇത്രയും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോമിയോപ്പതിക് ഫാർമസിയുടെ മറ്റു ഫീൽഡ്സിൽ നിന്ന് ഹോമിയോപ്പതിക് ഫാർമസിക്കുള്ള അല്ലെങ്കിൽ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഫീൽഡിനുള്ള പ്രത്യേകതകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇത്രയും പോയിന്റ്സ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് ഡൈനമൈസേഷൻ, ഡ്രഗ് പ്രൂവിംഗ്, സിംഗിൾ റെമഡി, പ്യൂരിറ്റി ആൻഡ് ടോട്ടാലിറ്റി ഓഫ് ദ ഡ്രഗ് സോഴ്സ്, സിമ്പിൾ ടു ഡിസ്പെൻസ്, അതുപോലെ തന്നെ ഈസി ടു അഡ്മിനിസ്റ്റർ ആണ്, ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള മെഡിസിൻസ് ആണ് ഹോമിയോപ്പതിക് മെഡിസിൻസ്, അതേപോലെ തന്നെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് കൂടി ആണ്. അടുത്തതായിട്ട് നമ്മൾ ഫാർമസി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാർമസി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാർമസി ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം ജനറലി നമുക്ക് 2 ടൈപ്സ് ഓഫ് ഫാർമസി ആണ് വരുന്നത്, ഒഫീഷ്യൽ ഫാർമസി ആൻഡ് എക്സ്റ്റംപറാനിയസ് ഫാർമസി. സോ ഒഫീഷ്യൽ ഫാർമസി എന്താണ്? നമുക്കറിയാം ഒഫീഷ്യൽ, സോ ബേസ്ഡ് ഓൺ, അതായത് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഫാർമക്കോപ്പിയയിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിലുള്ള ചിട്ടവട്ടങ്ങൾ, അതിലുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഒഫീഷ്യൽ ഫാർമസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഡ്രഗ്സ് അക്കോർഡിംഗ് ടു ദ പ്രോസസ്സസ് ദാറ്റ് ആർ പ്രിസ്ക്രൈബ്ഡ്. ഏതിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് ബൈ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയൽ. അതൊരു ഫാർമസ്യൂട്ടിക്കൽ, നമ്മളിപ്പോൾ ആലപ്പുഴയിലോ ഹോംകോയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നത് എന്താണ്? ഈ പറഞ്ഞ ഒഫീഷ്യൽ ഫാർമസിയാണ്. അതായത് അവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെറ്റപ്പാണ്, മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്, ഒരു ഏരിയയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഏതാണ്? ഒഫീഷ്യൽ ഫാർമസിയാണ്. ദാറ്റ് ഈസ് ഈ നമ്മുടെ ഹോംകോയിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ എന്താണ് ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഫാർമക്കോപ്പി, ഓരോ ഡ്രഗും, ഇപ്പൊ അക്കോണൈറ്റ് ആയിക്കോട്ടെ, റെസ്റ്റോക്സ് ആയിക്കോട്ടെ, അതുപോലെ എല്ലാ മെഡിസിൻസും അത് ഏത് സോഴ്സിലാണെങ്കിലും
ഒഫീഷ്യൽ ഫാർമക്കോപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ മെഡിസിൻസിന്റെയും കീഴിൽ അത് അതിന്റെ സോഴ്സിന് എത്ര പ്യൂരിറ്റി വേണമെന്നും അത് എങ്ങനെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെന്നും അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമ്മുടെ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം പ്രിപ്പയർ ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ഒഫീഷ്യൽ ഫാർമസിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു ഫാർമസ്യൂട്ടിക്കൽ സെറ്റപ്പിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടൈപ്പാണ് എക്സ്റ്റംപൊറേനിയസ്. എക്സ്റ്റംപൊറേനിയസ് എന്ന് പറയുമ്പോൾ അതർ ദാൻ ഒഫീഷ്യൽ എന്നാണ്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ എന്ന് നമുക്ക് എടുക്കാം. അതായത് ഒഫീഷ്യൽ അല്ലാതെ നമ്മൾ ഡിസ്പെൻസറി ലെവൽ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്പെൻസറി ഓർ നമ്മുടെ ക്ലിനിക്, നമ്മുടെ പ്രൈവറ്റ് ക്ലിനിക്ക് തന്നെ എടുത്തോളൂ. അവിടെ നമ്മൾ എന്താണ്, ഒരു പേഷ്യന്റ് വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മെഡിസിൻസ് എടുത്ത് ഷുഗർ ഓഫ് മിൽക്കിലോ അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്റ്റിൽഡ് വാട്ടറിലോ അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസിനോ ഒക്കെ നമ്മൾ ഡിസ്പെൻസ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ഡിസ്പെൻസറി ലെവലിൽ നടക്കുന്ന ഒരു ഡിസ്പെൻസിങ്. അതിനെയാണ് നമ്മൾ എക്സ്റ്റംപൊറേനിയസ് എന്ന് പറയുന്നത്. ഇനി ഗലീനിക്കൽ ഫാർമസി ഉണ്ട്. ഗലീനിക്കൽ ഫാർമസി എന്താണ്? ഗലീനിക്കൽ ഫാർമസി എന്ന് പറയുന്നത് ഓൺലി ആപ്ലിക്കബിൾ ടു, ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് നോട്ട് ഔട്ട്, ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ദ പ്രിപ്പറേഷൻ ഓഫ് ക്രൂഡ് ഡ്രഗ്സ്. നമുക്ക് ക്രൂഡ് ആയിട്ടുള്ള ഡ്രഗ്സ്, അതായത് ഒരു ഡ്രഗിനെ അതിന്റെ കറക്റ്റ് ഫോമിൽ, ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ റൂട്ട് ഇതാണെങ്കിൽ ആ ക്രൂഡ് ഡ്രഗ് ഫോം എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് ഇറ്റ് സെൽഫാണ്. അപ്പോൾ ആ ഒരു ക്രൂഡ് ഡ്രഗിന് നിന്ന് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ, അതിനെയാണ് ഗലീനിക്കൽ ഫാർമസി. അത് ആരുടെ കൺസെപ്റ്റ്സിന്റെ ഫോളോ ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദി കൺസെപ്റ്റ്സ് ഓഫ് ഗാലൻ. ഗാലൻ എന്ന് പറയുന്ന ഒരു ആളുടെ, ആ പുള്ളിയുടെ എന്താ പറയുക കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ട് പോകുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ. അത് ക്രൂഡ് ഡ്രഗ്സിന് മാത്രമാണ് ഗാലനിക്കൽ ഫാർമസി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് അങ്ങനെ എന്താ പറയാ, അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാർമസി അല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഈ എക്സ്റ്റംപൊറേനിയസിൽ തന്നെ നമുക്ക് വീണ്ടും 2 ടൈപ്സ് വരുന്നുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ഹോസ്പിറ്റൽ ഫാർമസിയും ഓപ്പറേറ്റീവ് ഫാർമസിയും. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാർമസി? നമുക്കറിയാം, ഇപ്പം നമ്മൾ ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽസ് അല്ലെന്നുണ്ടെങ്കിൽ നാം അല്ലെങ്കിൽ NHM ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നടക്കുന്നത് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാർമസി. ഇനി ഓപ്പറേറ്റീവ് ഫാർമസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റിലേറ്റ്സ് ടു വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ, മാനുഫാക്ചറിങ്, റീറ്റെയിൽ ആൻഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഹോസ്പിറ്റൽ ഫാർമസി. സോ ഓപ്പറേറ്റീവ് ഫാർമസി ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാർമസി. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാർമസി പെടുന്നുണ്ട്. അത് കൂടാതെ എന്തൊക്കെയാ വരുന്നത്? ഒരു ഡ്രഗിന്റെ സ്റ്റാൻഡർഡൈസേഷൻ, മാനുഫാക്ചറിങ്, റീറ്റെയിൽ, ഇതെല്ലാം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരുന്ന ഫാർമസിയാണ് ഓപ്പറേറ്റീവ് ഫാർമസി. And also please note the last point, it also includes hospital pharmacy. That means institutional pharmacy കൂടി ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. So these are the types of pharmacy. Okay, official pharmacy, extemporaneous pharmacy, galenical pharmacy. Extemporaneousന്റെ 2 subdivisions ആണ് institutional or hospital pharmacy എന്ന് പറയുന്നത്, operative pharmacy എന്ന് പറയുന്നത്. ഓക്കെ, ഒഫീഷ്യൽ ഫാർമസി എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ ഫാർമക്കോപ്പിനെ ബേസ് ചെയ്തിട്ട് ഫാർമസ്യൂട്ടിക്കൽ സെറ്റപ്പ്. അവിടെ നിങ്ങൾ ഹോംഗോയൊക്കെ ഇമാജിൻ ചെയ്യാം. നെക്സ്റ്റ് ഈസ് എക്സ്റ്റംപൊറേനിയസ് എന്ന് പറയുമ്പോൾ അതൊരു ഫാർമസ്യൂട്ടിക്കൽ സെറ്റപ്പ് അല്ല, അത് തൽക്കാലത്തേക്കുള്ള ഒരു ഡിസ്പെൻസിംഗ് ആണ്. നമ്മുടെ ഡിസ്പെൻസറി ലെവലിലും ക്ലിനിക്സിലും ഒക്കെ നടക്കുന്നത്, ഹോസ്പിറ്റൽസിലും ഒക്കെ നടക്കുന്നത് എക്സ്റ്റംപൊറേനിയസ് ആയിട്ടുള്ള ഫാർമസിയാണ്. ഓക്കെ, ഗാലിനിക്കൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ക്രൂഡ് ഡ്രഗ്സ്, യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്രൂഡ് ഡ്രഗ്സിന് മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റൽസിലും ഹെൽത്ത് മെയിൻ്റനൻസ് ഓർഗനൈസേഷൻസിലും ഒക്കെ വരുന്നതാണ്. ഓപ്പറേറ്റീവില് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതൊക്കെ ആസ്പെക്ട്സും കൂടെ വരുന്നുണ്ട്? സ്റ്റാൻഡർഡൈസേഷൻ, മാനുഫാക്ചറിങ് ആൻഡ് റീറ്റെയിൽ, ഇത്രയും കൂടി വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സോഴ്സസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസി. അപ്പം നമ്മൾ ഹോമിയോപ്പതിക് ഫാർമസിയുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ആയിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഹാനിമാന്റെ ഫ്രാഗ്മെന്റ് ആണ്. ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് 1805, ആ ഇയർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1805 ഫ്രാഗ്മെന്റ് വരുന്നത്. ഓക്കെ, ഫ്രാഗ്മെന്റിൽ എത്ര മെഡിസിൻസ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? 27 മെഡിസിൻസ് ആണ് ഫ്രാഗ്മെന്റയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫ്രാഗ്മെന്റ 1805 ആണ്. ഹൗ മെനി മെഡിസിൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഫ്രാഗ്മെന്റ? 27 ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് ലാറ്റിൻ
ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു എന്താ പറയുക ബുക്കാണ് ഫ്രാഗ്മെന്റ എന്ന് പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഈ 3 കാര്യങ്ങൾ, ഫ്രാഗ്മെന്റ എന്ന് പറയുന്നത് 1805 ആണ്, 27 ഡ്രഗ്സ് ആണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ലാറ്റിൻ ലാംഗ്വേജ് ആണ്. അപ്പൊ അത് നമ്മുടെ ഹോമിയോപ്പതിക് ഫാർമസിന്റെ ഒരു സോഴ്സ് ആണെന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ മെറ്റീരിയ മെഡിക്ക പ്യൂറ ക്രോണിക് ഡിസീസസ് ഓർഗനോൺ ഓഫ് മെഡിസിൻ. മെറ്റീരിയ മെഡിക്ക പ്യൂറയിലേക്ക് വരുമ്പോൾ അതിനകത്ത് 3 എഡിഷൻസ് ആണ് ഉള്ളതെന്ന് ഓർക്കുക. അതിൽ ആദ്യത്തെ 2 എഡിഷന് 6 വോളിയമാണ്. ഓക്കെ, എവിടെയെങ്കിലും വേണമെങ്കിൽ അത് നോട്ട് ചെയ്തോളൂ. 3 എഡിഷൻസ്, അതിൽ ഫസ്റ്റ് 2 എഡിഷൻസിന് 6 വോളിയംസ് ആണ് ഉള്ളത്. തേർഡ് എഡിഷൻ വന്നിട്ട് 2 വോളിയംസ് ആണ് ഉള്ളത്. ഓക്കെ, തേർഡ് വോളിയം വന്നിട്ട് ഡഡ്ജൻ എന്ന് പറയുന്ന R.E. ഡഡ്ജൻ ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. തേർഡ് എഡിഷൻ വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ R.E. ഡഡ്ജൻ ആണ്. ഓക്കെ, ഇനി മെറ്റീരിയ മെഡിക്ക പ്യൂറയുടെ ഫസ്റ്റ് എഡിഷനിൽ 64 മെഡിസിൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ചിലയിടത്ത് നമ്മൾ നോക്കുമ്പോൾ 65 എന്ന് കാണുന്നുണ്ട്, ബട്ട് 64 ആണ്. 64 മെഡിസിൻസ് ആണ് മെറ്റീരിയ മെഡിക്ക പ്യൂറയുടെ ഫസ്റ്റ് എഡിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് എഡിഷന്റെ 6 വോളിയം 1811 തൊട്ട് 1821 വരെയാണ്. ഓക്കെ, 1811 തൊട്ട് പിന്നെ ഒരു 10 വർഷത്തേക്ക് 1821 വരെയാണ് മെറ്റീരിയ മെഡിക്ക പ്യൂറയുടെ ഫസ്റ്റ് എഡിഷന്റെ 6 വോളിയം. ഈ ഒരു പറഞ്ഞ ഇത്രയും ഇയർ ഗ്യാപ്പിൽ 6 വോളിയംസ് പബ്ലിഷ് ചെയ്തു. 64 മെഡിസിൻസ് ആണ് ഉള്ളത്. സെക്കൻഡ് എഡിഷന് 6 വോളിയമാണ്. അത് ഫസ്റ്റ് എഡിഷൻ 1821 6 വോളിയം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് 1822 മുതൽ 27 വരെയാണ് സെക്കൻഡ് എഡിഷന്റെ 6 വോളിയം പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ഈസ് തേർഡ് എഡിഷൻ. തേർഡ് എഡിഷൻ വന്നിട്ട് 2 വോളിയമാണ് ഉള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, R.E. ഡഡ്ജൻ ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള്. അത് 1880 തേർഡ് എഡിഷന്റെ 2 വോളിയവും പബ്ലിഷ് ചെയ്യുന്നത്. 67 മെഡിസിൻസ് ആണ് തേർഡ് എഡിഷനിൽ വന്നിട്ടുള്ളത്. 67 മെഡിസിൻ. അപ്പൊ ഫസ്റ്റ് എഡിഷനിൽ 64ഉം തേർഡ് എഡിഷനിൽ 67ഉം ആണെന്ന് ഓർക്കുക. ഫസ്റ്റ് ഇന്ന് തേർഡിലേക്ക് വന്നപ്പോൾ 3 മെഡിസിൻസ് ആഡപ്പ് ആയി. അതായത് ഫസ്റ്റ് ഇന്ന് തേർഡ് എന്ന് പറയുമ്പോൾ 3 അല്ലേ, അപ്പം തേർഡിലേക്ക് വന്നപ്പോൾ 3 മെഡിസിൻസ് ആഡ് ആയി. അത് 67 ആണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ക്രോണിക് ഡിസീസസ്. അതിന്റെ ഒരു സോഴ്സ് ആണ് ഹോമിയോപ്പതിക് ഫാർമസിന്റെ. അതിൽ തന്നെ നമുക്ക് 2 എഡിഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് എഡിഷന് 4 വോളിയം, സെക്കൻഡ് എഡിഷന് 5 വോളിയം ആണ് വരുന്നത്. ഫസ്റ്റ് എഡിഷന്റെ 4 വോളിയം വരുന്നത് 1828 തൊട്ട് 1830 വരെയാണ്. അതിനകത്ത് 22 മെഡിസിൻസ് ആണ്. സോ ഫസ്റ്റ് എഡിഷനിലെ 22 മെഡിസിൻസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 4 വോളിയംസ് ആണുള്ളത്. പബ്ലിഷ് ചെയ്ത ഇയർ ഈ 4 വോളിയവും 1828 തൊട്ട് 1830 വരെയുള്ള ഇയർ ഗ്യാപ്പിലാണ് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, സെക്കൻഡ് എഡിഷൻ വന്നിട്ട് 5 വോളിയംസ് ആണ് ക്രോണിക് ഡിസീസസിന് വരുന്നത്. 1835 തൊട്ട് 1839 വരെയുള്ള ഇയർ ഗ്യാപ്പിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 47 മെഡിസിൻസ് ആണ് സെക്കൻഡ് എഡിഷനിൽ ഉണ്ടായിരുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് അറിയോ? ലൂയിസ് എച്ച് ടാഫൽ ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സെക്കൻഡ് എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ക്രോണിക് ഡിസീസസിന്റെ സെക്കൻഡ് എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ലൂയിസ് എച്ച് ടാഫൽ. ആൻഡ് മെറ്റീരിയ മെഡിക്ക പ്യൂറയുടെ തേർഡ് എഡിഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് R.E. ഡഡ്ജൻ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു സോഴ്സ് ആണ് നമുക്കറിയാം ഓർഗനോൺ ഓഫ് മെഡിസിൻ. ഓർഗനോൺ ഓഫ് മെഡിസിന്റെ നമുക്കറിയാം 6 എഡിഷൻസ് ഉണ്ട്. ആ എഡിഷൻസ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓർഗനോണിന്റെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഹാനിമാന്റെ ചില ലെസർ റൈറ്റിംഗ്സ് ഹോമിയോപ്പതിക് ഫാർമസിന്റെ സോഴ്സസ് ആണ്. ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? എസ്സേ ഓൺ എ ന്യൂ പ്രിൻസിപ്പിൾ, അസർട്ടൈനിങ് ക്യൂറേറ്റീവ് പവർ ഓഫ് ഡ്രഗ്സ് ആൻഡ് സം എന്താ പറയുക എക്സാമിനേഷൻ ആൻഡ് പ്രീവിയസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എസ്സേ ഓൺ ന്യൂ പ്രിൻസിപ്പിൾ 1796 അതാണ് അതിന്റെ ഇയർ. അതുപോലെ തന്നെ ഓൺ ദ വാല്യൂ ഓഫ് സ്പെക്കുലേറ്റീവ് സിസ്റ്റംസ് 1808. അതുപോലെ തന്നെ ഓൺ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്പെൻസിങ് ഓഫ് മെഡിസിൻസ് ഫോർ ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ് 1820. അപ്പൊ ഇത്രയുമാണ് സോഴ്സസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നത്. ഞാനിത് ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക.
ഒന്നുകൂടി ഇതിന്റെ റെക്കോർഡിംഗ് ഒന്നുകൂടെ കേൾക്കുമ്പോൾ അതൊന്നും കൂടി എന്താ പറയാ നിങ്ങൾക്ക് കവർ ആകും. ഓക്കെ, അപ്പോൾ ഹോമിയോപ്പതിക് ഫാർമസിന്റെ സോഴ്സസ് ഏതൊക്കെയാണ്? 1805 ഫ്രാഗ്മെന്റ് ഡിവെറിബിസ് അതിന്റെ ഒരു സോഴ്സ് ആണ്. 27 ഡ്രഗ്സ് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ് എന്നുള്ളത് ഓർക്കുക. പിന്നെ മെഡിക്ക പ്യൂറ, ക്രോണിക് ഡിസീസസ്, ഓർഗനോൺ ഓഫ് മെഡിസിന്റെ 6 എഡിഷൻസ്. അതുപോലെ തന്നെയാണ് ഹാനുമാന്റെ ചില ലെസർ റൈറ്റിംഗ്സ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഓൺ ദ വാല്യൂ ഓഫ് സ്പെക്കുലേറ്റീവ് സിസ്റ്റംസ്, അതുപോലെ തന്നെയാണ് എസ്സേ ഓൺ ന്യൂ പ്രിൻസിപ്പിൾസ്. അതുപോലെ മറ്റൊരെണ്ണം പറഞ്ഞത് ഏതായിരുന്നു? ഇനി ഒരെണ്ണം പറഞ്ഞത് ഓൺ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്പെൻസിങ് ഓഫ് മെഡിസിൻ ഫോർ ഹോമിയോപ്പതി ഫിസിഷ്യൻ, 1820 ആണ് അതിന്റെ പബ്ലിഷിംഗ് ഇയർ. ഇത്രയാണ് സോഴ്സസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ഫാർമക്കോപ്പിയ. അപ്പൊ ഇതിന് മുമ്പുള്ള ടോപ്പിക്സ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും പറയണം ഫാർമസിയില്? പ്ലീസ് ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് പറയണേ, കാരണം ഞാൻ മീറ്റിന്റെ സ്ക്രീനിലല്ല ഉള്ളത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഫാർമക്കോപ്പി പറഞ്ഞോട്ടെ. ഹലോ, ഓക്കെ. അപ്പൊ ഫാർമക്കോപ്പിയാണ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാർമക്കോപ്പിയാണ്. ഓക്കെ, അപ്പൊ ഫാർമക്കോപ്പി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ ഫാർമസിയിലൊക്കെ ഫാർമക്കോപ്പിയെ ബേസ് ചെയ്തിട്ടാണ് ഡ്രഗ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഫാർമക്കോപ്പിയ? എന്താണ് ഈ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്? ഒരു ബുക്കാണ്. ആ ബുക്കിന്റെ പ്രത്യേകതകൾ എന്താണ്? അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് അതിന്റെ ഡെഫിനിഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫാർമക്കോപ്പി എന്താണ്? ഇറ്റ് ഈസ് എ സുപ്രീം അതോറിറ്റേറ്റീവ് ബുക്ക് published by an authority. So it is published by an authority. That is, authority എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റ് ഓഫ് എനി കൺട്രി. The authority എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് എനി കൺട്രി that deals with എന്തൊക്കെയാ ഡീൽ ചെയ്യുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ കണ്ടൈൻസ് ഡയറക്ഷൻ ഫോർ എന്തിനൊക്കെ വേണ്ടിയാണ്? കളക്ഷൻ ഓഫ് ഡ്രഗ് സബ്സ്റ്റൻസ്. ഒരു ഡ്രഗ് എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളതിന് അതിന്ന് തുടങ്ങി. നമ്മളൊരു മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് ഒരു ഡ്രഗ് കളക്ട് ചെയ്യുന്ന തൊട്ടാണ്. അപ്പൊ കളക്ഷൻ ഫ്രം ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് എങ്ങനെ കളക്ട് ചെയ്യണം, അതിനെ പ്രിപ്പയർ ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്തിട്ട് ഏത് മെത്തേഡിൽ പ്രിസർവ് ചെയ്യണം, അതിൽ എല്ലാ സ്റ്റാൻഡേർഡ്സും എന്താ പറയാ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്തും പ്യൂരിറ്റിയും ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻസ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? ഫാർമക്കോപ്പിയയിലാണ്. ഓക്കെ, if a pharmacopoeia is published by an authority, that is അപ്പോൾ ഗവൺമെന്റ് ഓഫ് കൺട്രി അതുപോലുള്ള ഒരു എന്താ പറയുക ഒരു അതോറിറ്റി അതാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ, അവരാണ് ഇതിന് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ, then it is known as official pharmacopoeia. Other than government or any authority, that is ഏതെങ്കിലും ഒരു പേഴ്സൺ. ഇപ്പൊ നമ്മൾ ഭട്ടാചാര്യന്റെ ഒക്കെ ഫാർമക്കോപ്പിയ പറഞ്ഞു, അതൊക്കെ ഒരു വ്യക്തിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെല്ലാം നമ്മൾ എന്താണ്? അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഫാർമക്കോപ്പിയാണ്. സോ ബേസിക്കലി ഫാർമക്കോപ്പിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫാർമക്കോപ്പിയ ഈസ് ആൻ സുപ്രീം അതോറിറ്റേറ്റീവ് ബുക്ക് which was published by an authority, that is government of any country, that deals with the rules and regulations of standardization of drug substances. That is, it contains directions for the collection of drug substances from different sources, their preparation, their preservation, and standards that determine their strength and also their purity. Okay, if a pharmacopoeia is published by an authority, then it is known as an official pharmacopoeia, and if the pharmacopoeia is published by any other person other than the authority, it is known as an unofficial pharmacopoeia. Okay, hope you got it. Next is, who is the father of pharmacopoeia? അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് പല ആൾക്കാർക്കും പ്രശ്നമാകുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഫാർമക്കോപ്പിയ എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫാദർ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്നും ക്വസ്റ്റ്യൻ വരാം. ഇത് PGക്ക് മാത്രമല്ല, ഇനി PSCയിലേക്ക് വരുമ്പോഴും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്.
സോ പി ജിക്ക് മാത്രമല്ല PSC വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയിട്ട് കൂടി നിങ്ങൾക്ക് ഇതിനെ കരുതാം. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് ഫാർമക്കോപ്പിയ ഉണ്ട്, ഫാദർ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഉണ്ട്. ഓക്കെ, ഫാദർ ഓഫ് ഫാർമക്കോപ്പിയ എന്ന് ചോദിച്ചാൽ അതാരാണ്? വലേറിയസ് കോർഡസ് ആണ്. ഓക്കെ, ഫാദർ ഓഫ് ഫാർമക്കോപ്പിയ ഈസ് വലേറിയസ് കോർഡസ് ആണ്. ഫാദർ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഈസ് ഡോക്ടർ കാസ്പാരി. അത് നമ്മൾ തെറ്റിക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഫാദർ ഓഫ് ഫാർമക്കോപ്പിയ ആണെങ്കിൽ വലേറിയസ് കോർഡസ്, ദാറ്റ് ഈസ് കോർഡസ് ഉണ്ട്, കാസ്പാരി ഉണ്ട്. കോർഡസ് ആണ് ഫാർമക്കോപ്പിയ എങ്കിൽ കാസ്പാരി ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, കാസ്പാരിന്റെ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ, ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ 1825 പബ്ലിഷ് ചെയ്യുന്നത്. അതിന്റെ പേരെന്താണ്? അത് ലെപ്സിക് ജർമ്മൻ ലാംഗ്വേജിലാണ്. ഡിസ്പെൻസറ്റോറിയം ഹോമിയോപ്പതിക്കം, ദാറ്റ് ഈസ് ഡിസ്പെൻസറ്റോറി ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്നുള്ളതാണ്. ഓക്കെ, അത് ജർമ്മൻ ലാംഗ്വേജിലാണ്. കാസ്പാരി 1825 ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയ ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. കോർഡസ് ഈസ് ദ ഫാദർ, വലേറിയസ് കോർഡസ്, അത് രണ്ടും സി ആയതുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോർഡസ് എന്നും കാസ്പാരി എന്നും പറഞ്ഞത്. വലേറിയസ് കോർഡസ് ഈസ് ദ ഫാദർ ഓഫ് ഫാർമക്കോപ്പിയ, വേറാസ് ഫാദർ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് കാസ്പാരിയാണ്. 1825 ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ. ഏതാണ്? ഡിസ്പെൻസറ്റോറി ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗോയിങ് ടു ഹിസ്റ്ററി ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ. ഇവിടെ നമുക്ക് കുറച്ച് ഇയേഴ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ് ആണ് ഞാൻ പറയുന്നത്. 1825 പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു. എന്താണ് 1825? ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ, കാസ്പാരിന്റെ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ വന്ന ഇയർ എന്താണ്? 1825. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. 1825 കാസ്പാരിന്റെ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ. ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്ത ഇയർ ചോദിച്ചാലും 1825 ആണ്. അതുപോലെ ഡിസ്പെൻസറ്റോറി ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ കാസ്പാരിയുടെ, ചിലപ്പോൾ ആ ബുക്കിന്റെ പേരായിരിക്കും, ആ ഫാർമക്കോപ്പിയന്റെ പേര് ചോദിച്ചിട്ടായിരിക്കും ഇയർ തരുന്നത്. അപ്പം അത് രണ്ട് രീതിയിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. 1825 പ്രത്യേകത എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ നോക്കുക. അടുത്ത ഇയർ വരുന്നത് 1829 ആണ്. ഓക്കെ, 1829 ഈ സ്ലൈഡിലുണ്ട്, പക്ഷെ ഓർഡറിലല്ല കിടക്കുന്നത്. പ്ലീസ് നിങ്ങളൊന്ന് നോക്കുക. 1829. അപ്പൊ 1825 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 29 ആണ്. 29 ആരാണ്? ഹാർട്ട്മാനെ ആലോചിക്കുക. അതായത് ജർമ്മൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയന്റെ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ഡോക്ടർ ഹാർട്ട്മാൻ ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്ന ഇയർ ഏതാണ്? 1829. സോ 1825 എന്തായിരുന്നു? ഡിസ്പെൻസറ്റോറി ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഓർ ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് 1825. 1829 വരുമ്പോൾ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ഓഫ് GHP, ജർമ്മൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ബൈ ഡോക്ടർ ഹാർട്ട്മാൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് 1870 ആണ്. 1870 വരുമ്പോൾ നമ്മൾ ഓർക്കുക, ബ്രിട്ടീഷ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ BHP ആണ് 1870 വരുന്നത്. അതിനുശേഷം നമ്മൾ ഓർക്കേണ്ട ഒരു ഇയർ 1872 ആണ്. 1872 ഷ്വാബിന്റെ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് പോളിഗ്ലോട്ടിക്ക, ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് പോളിഗ്ലോട്ടിക്ക ഷ്വാബിൻ്റെത് 1872 എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് 1897 നമുക്ക് ഏത് വരുന്നത്? AHP, അമേരിക്കൻ ദാറ്റ് ഈസ് അമേരിക്കൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ, ഓട്ടിസ് ക്ലാപ്പിന്റെയും ആൻഡ് സൺസ്, അവരുടേത് വരുന്നത് 1897 എന്നുള്ളത് ഓർക്കുക. അതുപോലെ 1898 ഫ്രഞ്ച് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് ഫ്രാങ്കൈസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാണ് 1898. അപ്പം 1897 98 വരുന്നുണ്ട് ഓർക്കുക. 1897 ഓട്ടിസ് ക്ലാപ്പിന്റെ ഫാർമക്കോപ്പി ഓഫ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി ആണ്. 1898 വരുന്നത് ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് ഫ്രാങ്കൈസ് ആണ്, ദാറ്റ് ഈസ് ഫ്രഞ്ച് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാണ്. നെക്സ്റ്റ് ഈസ് 1892. 1892 അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ്. ഫാർമസ്യൂട്ടിക്സ് മാനുവൽ ഭട്ടാചാര്യ, അതൊരു അൺഒഫീഷ്യൽ ഫാർമക്കോപ്പിയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ, അതൊരു അൺഒഫീഷ്യൽ ആയിരുന്നു. അത് ഏതാണ്? 1892 ഫാർമസ്യൂട്ടിക്സ് മാനുവൽ ആണ്. ഓക്കെ, അതിന്റെ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള എഡിഷൻ, 12th എഡിഷൻ ജൂലൈ 1962 വന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്ന്
പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത ഇയർ 1892ലാണ്. ഈ 1892ഉം 1962ഉം കൺഫ്യൂസ്ഡ് ആവരുത്. 1892 ഫാർമസ്യൂട്ടിക് മാനുവൽ ആദ്യത്തെ എഡിഷൻ ഭട്ടാചാര്യ പബ്ലിഷ് ചെയ്യുന്ന, ഭട്ടാചാര്യ ആൻഡ് കമ്പനി ചേർന്ന് പബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് എഡിഷൻ 1892. ഓക്കെ, പറഞ്ഞോളൂ. ഞാന് സക്സസിന്റെ ബുക്കും ഇങ്ങനെ വെച്ച് നോക്കുമായിരുന്നേ. അപ്പൊ നമ്മുടെ ഈ ഫാർമസ്യൂട്ടിക്സ് മാനുവലിൽ 1893 ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം ശരിക്കും ഏതാണ്, 92 ആണോ? 1892 ആണ്. ഞാൻ ഇത് നമ്മൾ PHFന്റെ ബുക്കിലും അതെ IHMAയിലും 1892 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ബുക്സിലും 1892 കണ്ടതുകൊണ്ടാണ് ഞാൻ 1892 ഇട്ടത് കേട്ടോ. 1893 അല്ല, 92 തന്നെയാണ്. ഓക്കെ, അപ്പൊ 1962. അപ്പം അവർ ലാസ്റ്റ് 2 വരുന്നത് നമുക്ക് മെമ്മറബിൾ ആണ് അല്ലെ. 1892 1962. 1962ലാണ് ഭട്ടാചാര്യന്റെ റിവൈസ്ഡ് 12 എൻലാർജ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി വിപുലീകരിച്ച ഒരു എഡിഷൻ, അത് 1962ലാണ് വരുന്നത്. അത് നമ്മൾ ഒഫീഷ്യലി, ഇത് അൺഒഫീഷ്യൽ ആണ്. ഭട്ടാചാര്യയുടേത് അൺഒഫീഷ്യൽ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്, അതൊരു പേഴ്സൺ ആണ് പബ്ലിഷ് ചെയ്തത്, അതൊരു അതോറിറ്റി അല്ല. അപ്പൊ അതൊരു അൺഒഫീഷ്യൽ ഫാർമക്കോപ്പിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്തായിരുന്നു? 1825 ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി. ഇയർ എല്ലാം ജസ്റ്റ് ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോവുക. അപ്പം കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. 1825 ഡിസ്പെൻസറ്റോറിയം ഹോമിയോപ്പതിക്കം ബൈ കാസ്പാരി, ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ അതാണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ കാസ്പാരി ആണ്. അതൊരു ജർമ്മൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാണ്. അതിന്റെ ഇന്ത്യൻ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ഇന്ത്യൻ ട്രാൻസ്ലേഷൻ അല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേരാണ് ഡിസ്പെൻസറ്റോറിയം ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്. അപ്പൊ 1825 ആണ് അതെന്നുള്ളത് ഓർക്കുക. 1829 ബൈ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ഓഫ് GHP ബൈ ഡോക്ടർ ഹാർട്ട്മാൻ. ദെൻ 1870 BHP ആണ്, ബ്രിട്ടീഷ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാണ്, BHP ആണ്. അതുപോലെ തന്നെ 1872 ഹോമിയോപ്പതിക് ഷോബിന്റെ ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് പോളിഗ്ലോട്ടിക്ക ഓർക്കുക. 1897 98 എന്തായിരുന്നു? 97 ഓട്ടിസ് ക്ലാപ്പിന്റെ ഓർക്കുക, ഓട്ടിസ് ക്ലാപ്പിനെ ഓർക്കുക. 1898 ആണെങ്കിൽ ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് ഫ്രാങ്കൈസ് ഓർക്കുക. 1892 ഫാർമസ്യൂട്ടിക്സ് മാനുവൽ ആണ്. അതിന്റെ തന്നെ റിവൈസ്ഡ് എഡിഷൻ 1962 ഉണ്ടെന്ന് ഓർക്കുക. അതുപോലെ 1901 നമുക്ക് അമേരിക്കൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിന്റെ സെക്കൻഡ് എഡിഷൻ, അത് 1901 ഓർക്കുക. അപ്പൊ ഇത്രയും ഇയേഴ്സ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഇയേഴ്സ് ആണ്. അടുത്ത് നമുക്ക് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയിലേക്ക് പോകാം. നമുക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തായാലും എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകേണ്ട ഒരു ഇയർ, ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. അതിപ്പോ തന്നെ മനസ്സിലാക്കി പോവുക. HPI ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ. അപ്പൊ അതെന്താണ്? ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940. ഓക്കെ, അപ്പൊ 1940 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് HPI ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം 1956 എന്താണ് ഫസ്റ്റ് ആയിട്ട് ഒരു ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ. അത് ഒരു പ്രപ്പോസൽ ആയിട്ട് ആദ്യം വന്നത് 1956 ബൈ ആരാണ്? ഹോമിയോപ്പതിക് അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, അപ്പം ആ ഇയറും ഓർത്ത് വെക്കാം. 1956 ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ കമ്മിറ്റിന്റെ ഒരു പ്രപ്പോസൽ ആദ്യമായിട്ട് ഹോമിയോപ്പതിക് അഡ്വൈസറി കമ്മിറ്റി മുന്നിലേക്ക് വെക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹോമിയോപ്പതിക് അഡ്വൈസറി കമ്മിറ്റി ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത് 1956 അതിനുശേഷം ആ കമ്മിറ്റി രൂപീകരിക്കുന്ന ഇയർ ഏതാണ്? 1962 സെപ്റ്റംബറിലാണ്. സോ സെപ്റ്റംബർ 1962 ഒരു 1956 അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹോമിയോപ്പതിക് അഡ്വൈസറി കമ്മിറ്റി മുന്നോട്ട് വരുന്നു. അതിനുശേഷം 6 വർഷം കഴിയുമ്പോൾ എന്താണ്? ആ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു.
എനിക്ക് വോയിസിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ജലദോഷത്തിന്റെ, അപ്പൊ അതൊന്ന് ക്ഷമിക്കുക. അതിനുശേഷം ഡോക്ടർ ബി കെ സർക്കാരാണ് അതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ കമ്മിറ്റിന്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? ഡോക്ടർ ബി കെ സർക്കാരാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് HPA കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. HPA ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിലാണ് ഇൻ ദ ഇയർ 1940. അത് അങ്ങനെ ഒരു കമ്മിറ്റി വേണമെന്ന് ആദ്യമായിട്ട് പറയുന്നത് ഹോമിയോപ്പതിക് അഡ്വൈസറി കമ്മിറ്റി ഇൻ ദ ഇയർ 1956. അങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത് 1962 ആ കമ്മിറ്റിയുടെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി കെ സർക്കാർ ആയിരുന്നു. ഓക്കെ, ഓർക്കുക. നെക്സ്റ്റ് ഈസ് വേരിയസ് വോള്യൂംസ് ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് വോളിയം നമ്മൾ സൈഡിൽ നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ടാവും. അത് ഫസ്റ്റ് വോളിയത്തിന്റെ ഫ്രണ്ട് പേജാണ് ഞാൻ ആ പിക്ചറായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാ ഇയർ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഗവൺമെന്റിന്റെ എംബ്ലം ഒക്കെ ഉണ്ടല്ലേ, അപ്പം ഒഫീഷ്യൽ ആയിട്ടുള്ള ഫാർമക്കോപ്പി ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് എഡിഷൻ ഏത് ഇയറാ പറഞ്ഞിരിക്കുന്നത്? 1971. സോ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് വെക്കുക, മൈൻഡിലേക്ക് ഒരു ഫോട്ടോ ആക്കി അങ്ങ് വെക്കുക. ആ ഒരു 3 സിംഹം ഇരിക്കുന്ന ഒരു എംബ്ലവും 1971 എന്നുള്ള ഇയർ ഇപ്പൊ തന്നെ മനസ്സിലേക്ക് കയറ്റുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാന്നും ഫസ്റ്റ് എഡിഷൻ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാന്നും ക്വസ്റ്റ്യൻ വരാം. ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ ചോദിച്ചാൽ ഫാർമസ്യൂട്ടിക്സ് മാനുവൽ ആണ്. അതൊരു അൺഒഫീഷ്യൽ ഫാർമക്കോപ്പിയാണ്. ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി വരുന്നത്, അതിന്റെ ഫസ്റ്റ് എഡിഷൻ വരുന്നത് 1971. ഹൗ മെനി ഡ്രഗ്സ് ആർ മെൻഷൻഡ് ഇൻ ഫസ്റ്റ് വോള്യം? ഇമ്പോർട്ടൻ്റ് ആണ്. 180 ഡ്രഗ്സ്. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള എഡിഷൻ കൂടിയാണ് ഏത്? ഫസ്റ്റ് വോള്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് വോള്യം. അപ്പൊ 71 കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഓർക്കേണ്ട ഇയർ ഏതാണ്? 3 വർഷം കഴിഞ്ഞിട്ടാണ് 74. അപ്പൊ 71, 74, 78 ഓർക്കുക. 71, 74, 78. 1971 ഫസ്റ്റ് വോളിയം ഓഫ് HPI 180 ഡ്രഗ്സ് ആണ്. സെക്കൻഡ് വോളിയം 1974 100 ഡ്രഗ്സ് ആണ്. അപ്പൊ നോക്കിക്കേ, 80 ഡ്രഗ്സ് അവിടെ കുറഞ്ഞു എന്നുള്ളതാണ്. 80 ഡ്രഗ്സ് സെക്കൻഡ് വോളിയത്തിലേക്ക് വന്നപ്പോൾ വെട്ടിച്ചുരുക്കമാണ് ഉണ്ടായത്. 100 ഡ്രഗ്സ് ആണ് സെക്കൻഡ് വോളിയത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. തേർഡ് വോളിയം ഏത് ഇയർ ആണ്? 78 അതെല്ലാം 19 ആണ്. ഓക്കെ, 1974, 19th സെഞ്ചുറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം 78 ഏതായിരുന്നു? വോളിയം 3 105 ഡ്രഗ്സ്. ഇത് കാണാതെ തന്നെ പഠിക്കുക. ഞാൻ പറഞ്ഞ ആ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കും. തേർഡ് വോളിയമായപ്പോൾ സെക്കൻഡ് വോളിയത്തിൽ നിന്ന് പിന്നെയും 5 ഡ്രഗ്സ് കൂട്ടി, അപ്പം 105 ഡ്രഗ്സ് ഉണ്ട് അല്ലേ. ഇനി ഫോർത്ത് വോളിയവും ഫിഫ്ത്ത് വോളിയവും 1980s വന്നിട്ടുള്ളതാണ്. ഫോർത്ത് വോളിയം എപ്പോഴായിരുന്നു? 1984. ഫിഫ്ത്ത് വോളിയം 1986. അതായത് ഈവൻ ആയിട്ടുള്ള 2 ഇയേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സ് അല്ല വന്നിരിക്കുന്നത്, ഈവൻ നമ്പേഴ്സ് ആണ്. 4, 6 എന്നുള്ള 2 ഈവൻ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം വോളിയം 4 ends in 4 1984 ആണ്. ഓക്കെ, 107 ഡ്രഗ്സ്. ഫോർത്ത് വോളിയത്തിലേക്ക് വന്നപ്പോൾ പിന്നെയും 2 ഡ്രഗ്സാ കൂടിയത്, 107 ഡ്രഗ്സ്. വോളിയം 5 എന്തായിരുന്നു? 1986. അവിടെ 1986 ആണ്. മുമ്പുള്ള വോളിയത്തിലെ 107 ഡ്രഗ്സ് ആണെങ്കിൽ 7ന്റെ ഇരട്ടി ഡ്രഗ്സ് ഇവിടെ വന്നു. ദാറ്റ് ഈസ് 114 ഡ്രഗ്സ്. ഓക്കെ, വോളിയം 5 ആയപ്പോൾ 1986 114 ഡ്രഗ്സ്. വോളിയം 6 ഏതാണ്? അത് 1990s ഏതാണ്? 1990. വോളിയം 7 1999 ഉള്ളതാണ്. ഓക്കെ, വോളിയം 6 104 ഡ്രഗ്സ്, വോളിയം 7 105 ഡ്രഗ്സ് ആണ്. വോളിയം 6 1990 വോളിയം 7 1999 ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് 105 ഡ്രഗ്സ് വന്നിട്ടുള്ളത് 2 ഇയേഴ്സ് ആണ്. ഒന്ന് വോളിയം 3 മറ്റൊന്ന് വോളിയം 7. പഠിക്കുമ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വോളിയം 5 114 ഡ്രഗ്സും വോളിയം 5 1
114 ഡ്രഗ്സും ആണ്. 114 അതായത് അടുത്തടുത്തുള്ള 2 എഡിഷൻസ് ആണ് അല്ലെ. 5 114 114 6 വന്നപ്പം 104 ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം വോളിയം 8 നോക്കാം. അടുത്ത് വോളിയം 8 2000 ആണ്. 2000 നമുക്ക് എത്ര ഡ്രഗ്സാ? 101 ഡ്രഗ്സ് ആണ് ഉള്ളത്. അപ്പം ആദ്യത്തെ 8 എഡിഷൻസ്, അതായത് 2000 വരെ നമ്മൾ നോക്കുമ്പോൾ എത്ര എഡിഷൻസ് ആണ് ഉള്ളത്? 8 എഡിഷൻസ്. 8 എഡിഷൻസിന്റെ മോണോഗ്രാഫ്സ് എത്രയാന്ന് ചോദിച്ചാൽ 916 ആണ്. അപ്പം 1016 ഓപ്ഷനിൽ കാണും. നമ്മൾ എത്ര എഡിഷൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് നോക്കിയിട്ട് ആൻസർ പറയാം. 916 ആണെന്നുള്ളത്. 1016 വരുന്നത് ആദ്യത്തെ 9 എഡിഷൻസ് ചേരുമ്പോഴാണ്. ദാറ്റ് ഈസ് ഞാൻ കാണിച്ചു തരാം. 9th എഡിഷൻ വരുന്നത് 206 അത് വന്നിട്ട് 100 ഡ്രഗ്സ് ആണ് 9th എഡിഷനിൽ വരുന്നത്. 10th എഡിഷൻ 2013 ആണ്. ആദ്യത്തെ 9 വോളിയം ചോദിക്കുമ്പോഴത്തേക്കാണ് 1016 വരുന്നത്. ആദ്യത്തെ 8 എഡിഷൻ ആണെങ്കിൽ 916 ഡ്രഗ്സേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാം 9th എഡിഷനിൽ 100 ഡ്രഗ്സ് കൂട്ടി അല്ലേ. അപ്പം 8 നമുക്ക് അറിയാം 916 ഡ്രഗ്സ് ആണ് നമ്മൾ മൊത്തത്തിൽ കണ്ടത്. നോക്കൂ, 916. അപ്പോൾ 9th എഡിഷൻ ആയപ്പോൾ എത്ര? 100 ഡ്രഗ്സ് കൂട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര കൂടും? 100 ഡ്രഗ്സ് കൂട്ടി 1016 ആണ് ആദ്യത്തെ 9 എഡിഷനിൽ വരുന്ന മോണോഗ്രാഫ്സ് എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് നോസോഡ്സിനെ മെൻഷൻ ചെയ്ത് തുടങ്ങിയത് 4th വോളിയത്തിലാണ്. ആദ്യത്തെ 3 എഡിഷൻസിലും നോസോഡ്സ് മെൻഷൻ ചെയ്തിട്ടില്ല. 4th വോളിയത്തില് 4 നോസോഡ്സ് 4:4. അപ്പൊ നമ്മൾ 4th വോളിയത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു. 4:4 വെച്ചിട്ട് 1984 ആണെന്ന് പറഞ്ഞു. 4 നോസോഡ്സും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതിന് മുന്നേ ഉള്ള 4th വോളിയത്തിന് മുന്നേ ഉള്ള എഡിഷൻസിലൊന്നും തന്നെ ഒരു നോസോഡ്സും എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടോ മെൻഷൻ ചെയ്തിട്ടോ ഇല്ല. 4th വോളിയത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നോസോഡ്സിന്റെ പേര് നമ്മൾ ഓർത്തു വെക്കുക. ഡിഫ്തീരിനം, മെഡോറിനം, ട്യൂബർകുലിനം ആൻഡ് സിഫലിനം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് HPI നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ഏതിലാണ്? സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഇൻ 1940. ഫസ്റ്റ് 1956 ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത ഹോമിയോപ്പതിക് അഡ്വൈസറി കമ്മിറ്റിക്ക് വന്നത്, ഒരു പ്രപ്പോസൽ അവർ വെച്ചത് 1956 തുടർന്ന് 6 വർഷങ്ങൾക്ക് ശേഷം 1962 സെപ്റ്റംബറിൽ അങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നു. BK സർക്കാർ ആയിരുന്നു, ഡോക്ടർ BK സർക്കാർ ആയിരുന്നു അതിന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേരിയസ് എഡിഷൻസ് ഓഫ് HPI. ഈ ഒരു പിക്ചർ നിങ്ങൾ എല്ലാവരും മൈൻഡിലേക്ക് കയറ്റുക. ഫസ്റ്റ് എഡിഷൻ ഓഫ് HPI 1971 ആണ്. ഫസ്റ്റ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ വിച്ച് ഈസ് അൺഒഫീഷ്യൽ, അത് ഭട്ടാചാര്യയുടേതാണെന്ന് ഓർക്കുക. ഒഫീഷ്യൽ ആണ്, ഒഫീഷ്യലിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ് 1971. അതിന് 180 ഡ്രഗ്സ് ആണ്. വോളിയം 2 1974 100 ഡ്രഗ്സ്, വോളിയം 3 1978 105 ഡ്രഗ്സ്, വോളിയം 4 1984 107 ഡ്രഗ്സ്, വോളിയം 5 1986 114 ഡ്രഗ്സ്, ദാറ്റ് ഈസ് 114 ഡ്രഗ്സ്, വോളിയം 6 1990 104 ഡ്രഗ്സ്, വോളിയം 7 വന്നിട്ട് 1999 105 ഡ്രഗ്സ്, വോളിയം 8 ആണെങ്കിൽ 2000 101 ഡ്രഗ്സ്. ഇത്രയും എഡിഷൻസിലുള്ള മോണോഗ്രാഫ്സ് 916 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് 9th എഡിഷൻ 2006 10th എഡിഷൻ 2013 വന്നത്. 9th എഡിഷൻ 100 ഡ്രഗ്സ്. അപ്പൊ അത്രയും വോളിയംസ് 9 വോളിയംസ് ചേർന്നിട്ടാണെങ്കിൽ 1016 മോണോഗ്രാഫ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ആദ്യമായിട്ട് നോസോഡ്സിനെ മെൻഷൻ ചെയ്തത് 4th വോളിയത്തിലാണ്. അതിന് മുമ്പ് വരെയുള്ള എന്താ പറയുക നോസോഡ്സില്, അതിന് മുമ്പ് വരെയുള്ള വോളിയംസിൽ 3 വോളിയത്തിലും നോസോഡ്സ് മെൻഷൻ ചെയ്തിട്ടില്ല. 4th വോളിയത്തിൽ വന്നിട്ട് ഡിഫ്തീരിനം, മെഡോറിനം, ട്യൂബർകുലിനം ആൻഡ് സിഫിലിനം, ഈ 4 നോസോഡ്സ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് പ്ലാൻ ഡ്രഗ്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വോൾ പ്ലാന്റ്സ് ആണ്. അപ്പം ഓരോ പ്ലാന്റിന്റെ സോഴ്സിൽ നിന്ന് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ അത് ഓരോ പാർട്ടും കളക്ട് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ഓക്കെ, ഫസ്റ്റ് ഈസ് വോൾ പ്ലാന്റ്.
വോൾ പ്ലാന്റ് എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? ഇൻ ദ ഫ്ലവറിംഗ് സീസൺ. ഫ്ലവറിംഗ് സീസണിലാണ് വോൾ പ്ലാന്റ്സിൽ വരുന്നത്. ഇപ്പം ബെല്ല്, അക്വണൈറ്റ്, ചമോമില്ല, യൂഫ്രേഷ്യ പോലുള്ള ഡ്രഗ്സ്, റൂട്ട, ഇതെല്ലാം വോൾ പ്ലാന്റ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ഡ്രഗ്സ് ആണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓൾ പ്ലാന്റ്സ് ഫ്ലവറിംഗ് സീസണിലാണ്, പാർട്ട്ലി ഇൻ ഫ്ലവർ ആൻഡ് പാർട്ട്ലി ഇൻ ബഡ് ഡ്യൂറിങ് സണ്ണി വെതർ. ഓക്കെ, അങ്ങനെയാണ് വോൾ പ്ലാന്റ്, അതായത് ഡ്രൈ സണ്ണി വെതറിലാണ് വോൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യേണ്ടത്. റൂട്ട്സ് എടുക്കുമ്പോൾ ആനുവൽ റൂട്ട്സ് വരുന്നുണ്ട്, ബൈനിയൽ റൂട്ട്സ് വരുന്നുണ്ട്, പെരിനിയൽ റൂട്ട്സ് വരുന്നുണ്ട്. Roots of annuals are collected A4A early in the autumn season. Biennials, by means second, അത് 2 എന്നാണ്. അപ്പം in the spring of second year. Perennials in the second or third year before they develop woody fibers. Okay, so annual roots are collected early in the autumn. Biennial roots are collected in the spring of second year, and perennial roots are collected in the second or third year before they develop woody fibers. Okay, and how stems are collected? Stems are collected after the development of leaves. ഒരു ചെടിയിൽ അതിൻ്റെ ഇലകളെല്ലാം പൂർണ്ണമായി വന്ന്, അതായത് എന്താ പറയുക, ഇലകൾ നമുക്കറിയാം ചില പ്ലാന്റ്സിൽ തളിരിലകളൊക്കെ കാണും. ഈ തളിരിലകളൊക്കെ പൂർണ്ണമായും മെച്ചുവറായി ഡെവലപ്പ് ആയതിനു ശേഷമാണ് സ്റ്റെം കളക്ട് ചെയ്യുന്നത്. അപ്പൊ വോൾ പ്ലാന്റ്സ് ഇൻ ദ ഫ്ലവറിംഗ് സീസൺ ആണ്, വെൻ പാർട്ട്ലി ഇൻ ഫ്ലവർ ആൻഡ് പാർട്ട്ലി ഇൻ ബഡ് ഡ്യൂറിങ് ദ സണ്ണി വെതർ. മഴക്കാലത്തൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല, നല്ല പോലെ വേനലുള്ള നല്ല ചൂട് സമയത്ത് സണ്ണി വെതറിലാണ് കളക്ട് ചെയ്യുന്നത്. മഴക്കാലത്തൊന്നും കളക്ട് ചെയ്യത്തില്ല. റൂട്ട്സിലേക്ക് വരുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ആനുവൽ റൂട്ട്സ് വരുന്നുണ്ട്, ബൈനിയൽ റൂട്ട്സ് വരുന്നുണ്ട്, പെരിനിയൽ റൂട്ട്സ് വരുന്നുണ്ട്. എന്താണ് ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്? അതായത് അവയ്ക്ക് 1 വർഷം മാത്രമേ ലൈഫ് സൈക്കിൾ ഉള്ളൂ. ബൈനിയൽസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1 വർഷം അവ വളരും, രണ്ടാമത്തെ വർഷം അവ മെച്ചുവറാം. അതാണ് ബൈനിയൽസ്, അതായത് 2 വർഷം കൊണ്ട് വളർച്ച കംപ്ലീറ്റ് ആക്കുന്ന പ്ലാന്റ്സ്. പെരിനിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഈ പറഞ്ഞ സാധാരണ ചെടികൾ, അതായത് 2-ൽ കൂടുതൽ വർഷം ലൈഫ് സൈക്കിളിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, അവയാണ് പെരനിയൽസ്. അപ്പം ആനുവൽസ് എന്ന് പറയുന്നത് അവയുടെ 1 വർഷമേ അവർക്കുള്ള. അതിലെ തന്നെ നമുക്കറിയാം 6 മാസം കൂടുമ്പോൾ സീസൺ കൂടി വരും അല്ലെ. അപ്പൊ ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ അവ നമ്മൾ നട്ട് വളർത്തി 6 മാസം കഴിയുമ്പോൾ ഓട്ടം സീസൺ വരും. ഓട്ടം സീസൺ കഴിയുമ്പോൾ ഓട്ടം സീസണിലെ എയർലി പാർട്ട്, അത് തുടങ്ങുന്ന ആരംഭത്തിലാണ് ആനുവൽസ് കളക്ട് ചെയ്യുന്നത്. ബൈനിയൽസ് 2 ഇയർ കൊണ്ടാണ് അവ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. സോ കളക്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഇയറിലാണ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ഓഫ് ദ സെക്കൻഡ് ഇയർ ആയിട്ട് അതിന്റെ സ്പ്രിംഗിൽ എന്ന് പറയുമ്പോൾ ആ ഒരു സ്പ്രിംഗ് സീസണിലാണ്, മഞ്ഞുകാലത്തിലാണ് അവയെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. പെരിനിയൽസ് എന്താണ്? ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് ഇയർ ബിഫോർ ദേ ഡെവലപ്പ് വുഡി ഫൈബേഴ്സ്. ഹൗ സ്റ്റെംസ് ആർ കളക്റ്റഡ്? സ്റ്റെംസ് ആർ കളക്റ്റഡ് ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ലീവ്സ്. ഓക്കെ, അടുത്തേതാണ് ലീവ്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നോക്കാം. ലീവ്സ് എന്ന് പറയുന്നത് ലീവ്സ് ആർ കളക്റ്റഡ് ജസ്റ്റ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ എർലി പാർട്ട് ഓഫ് ഫ്ലവറിംഗ് ടൈം. നമ്മൾ വോൾ പ്ലാന്റ്സ് പറഞ്ഞ പോലെ തന്നെയാണ്, അവ ഫ്ലവർ ചെയ്യുന്ന ആ ഒരു എർലി സ്റ്റേജിലാണ്. അവയിൽ എന്താണ്, അവ വളർന്ന് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ലീവ്സിനെ കളക്ട് ചെയ്യുന്നത്. ബൈനിയൽ പ്ലാന്റ്സിന്റെ ആണെങ്കിൽ സ്പ്രിംഗ് ഓഫ് സെക്കൻഡ് ഇയർ ആണ്, ആസ് സൂൺ ആസ് ഫ്ലവറിംഗ് സ്റ്റെംസ് ബിഗിൻസ് ടു ഷൂട്ട്. അതായത് സ്പ്രിംഗ് ഓഫ് സെക്കൻഡ് ഇയറിൽ എന്താ ഈ ഫ്ലവർ ചെയ്യുന്ന സ്റ്റെംസ്, അതായത് ചില സ്റ്റെംസിൽ, അതായത് ഈ പ്ലാന്റ്സിന്റെ ചില സ്റ്റെംസിൽ ഫ്ലവറിങ്ങിന് വരാനായിട്ട് തുടങ്ങും. അതായത് ബഡായിട്ട് വന്നിട്ട് ബഡ് ഷൂട്ട് ചെയ്യും മീൻസ് അത് പൂക്കളായിട്ട് മാറും. ആ ഒരു സ്റ്റേജിൽ കളക്റ്റഡ് ഇൻ ദ സ്പ്രിങ്ങിലാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ബൈനിയൽ പ്ലാന്റ്സിന്റെ ലീവ്സിനെ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സ്. അപ്പൊ ലീവ്സ്, ഫ്ലവേഴ്സ്, വോൾ പ്ലാന്റ്സ് ഇവയെല്ലാം ഡ്രൈ വെതറിലാണ് കളക്ട് ചെയ്യുന്നത്, പാർട്ട്ലി ഇൻ ബഡ് ആൻഡ് പാർട്ട്ലി ഇൻ ദ ഫ്ലവർ. ട്വിഗ്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രസന്റ് ഇയറിലുള്ള ഗ്രോത്തിലുള്ള ട്വിഗ്സ് മാത്രമാണ് ട്വിഗ്സിൽ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ബൾബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലിയം സീപ്പ, അല്ലിയം സറ്റൈവ പോലുള്ള സംഭവങ്ങൾ. അവ എങ്ങനെയാണ്? അവ ഫുള്ളി ഡെവലപ്പായി അതിന്റെ ലീവ്സ് എല്ലാം മെച്ചുവറായി മൊത്തത്തിൽ ഡീക്കേ ആവരുത്, അഴുകാൻ തുടങ്ങുന്നു എന്ന് തോന്നുന്ന ഒരു സമയമുണ്ട്.
ആ സമയത്താണ് ബൾബ്സ് കളക്ട് ചെയ്യുന്നത്. ഹൗ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ കളക്റ്റഡ്? ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുന്നത് ഫുള്ളി റൈപ്പൻ ആയിട്ടാണ് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യേണ്ടത്. സക്കലന്റ് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുന്നത് ഒരുപാട് ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സ്. അപ്പൊ അതുപോലെ ഫ്രൂട്ട്സും സീഡ്സും ബെറീസും ഒക്കെ കളക്ട് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് യൂസ് ചെയ്യണം. സോ സക്കുലന്റ് ഫ്രൂട്ട്സ്, സക്കുലന്റ് സീഡ്സ് ആൻഡ് ബെറീസ് ആർ കളക്റ്റഡ് ആൻഡ് യൂസ്ഡ് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം അതിനകത്തുള്ള ആ നീര്, അതിനകത്തുള്ള ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് അതുപോലെ വേണം. അപ്പൊ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഫുള്ളി റൈപ്പായ ശേഷം മാത്രമാണ് നമ്മൾ ഫ്രൂട്ട്സും സീഡ്സും യൂസ് ചെയ്യുന്നത്. ഈ ഡ്രൈഡ് ഫ്രൂട്ട്സും സീഡ്സും ബെറീസും നമ്മൾ കളക്ട് ചെയ്ത് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്താൽ മതി. പക്ഷെ സക്കുലന്റ് ഫ്രൂട്ട്സും സീഡ്സും ബെറീസും എന്താ പറയുക, ഫ്രഷ് ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി വുഡ് എങ്ങനെയാ കളക്ട് ചെയ്യുന്നത്? ഇൻ ഏർലി സ്പ്രിംഗ് ഓർ ലേറ്റ് ഓട്ടം ബിഫോർ ദയർ ജ്യൂസസ് ആർ നോട്ട് എക്സ്ഹോസ്റ്റഡ്. നമുക്കറിയാം വുഡ് എന്ന് പറയുമ്പോൾ ഒരു മരത്തിന്റെ തടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ സിങ്കോണ അല്ലെങ്കിൽ റൊബീനിയ, ഗൊസിപ്പിയം, ഇതെല്ലാം വുഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പൊ ഇവരെങ്ങനെയാ കളക്ട് ചെയ്യേണ്ടത്? ഇവ ആ ഒരു എന്താ പറയാ, വുഡില് ജ്യൂസസ് വരും. പക്ഷെ ആ ജ്യൂസസ് ഉള്ള സമയത്ത് നമ്മൾ അവയെ കളക്ട് ചെയ്ത് പോവാം. വളർച്ച കൂടിക്കൊണ്ടിരിക്കും തോറും എന്താണ്, അതിന്റെ ജ്യൂസ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ജ്യൂസ് എക്സ്പോസ് ചെയ്ത് പോവാത്ത സമയത്ത് ഒന്നെങ്കിൽ ഏർലി സ്പ്രിങ്ങിൽ കളക്ട് ചെയ്യുക. ഇനി ഏർലി സ്പ്രിങ്ങിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ വുഡ്സ് കളക്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കളക്റ്റഡ് ഇൻ ദ ലേറ്റ് ഓട്ടത്തിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വുഡ് എങ്ങനെയാണ്? ഇൻ ദ ഏർലി സ്പ്രിംഗ് ഓർ ലേറ്റ് ഇൻ ഓട്ടം ബിഫോർ ജ്യൂസസ് ആർ നോട്ട് എക്സ്ഹോസ്റ്റഡ്. ബാർക്ക് എങ്ങനെയാ കളക്ട് ചെയ്തത്? ബാർക്കിന്റെ റെസിൻഡ് ആയിട്ടുള്ള ബാർക്കും നോൺ റെസിൻ ബാർക്കും ഉണ്ട്. റെസിൻ ബാർക്സ് ആർ കളക്റ്റഡ് ഏർലി സ്പ്രിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ലീവ്സ് ആൻഡ് ബ്ലോസംസ്. അതായത് ഇലകളും പൂക്കളും വരുന്ന സമയത്ത് സ്പ്രിങ്ങിലാണ്, ഏർലി സ്പ്രിങ്ങിലാണ് റെസിൻസ് കളക്ട് ചെയ്യുന്നത്. നോൺ റെസിൻസ് ആണെങ്കിൽ, നോൺ റെസിൻസ് എന്ന് പറയുമ്പോൾ യങ് വിഗറസ് ട്രീസ്, അതായത് ഞാൻ പറയട്ടെ, നമ്മുടെ നമ്മുടെ പേരെന്താണ്, അസിഡോസ്പെർമ പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് നോൺ റെസിൻസ്, അത് യങ് വിഗറസ് ട്രീസിൽ നിന്ന് ലേറ്റ് ഓട്ടത്തിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നോൺ റെസിൻസ്. ഹെർബ്സ് എങ്ങനെയാണ്? ഹെർബ്സ് ആർ കളക്റ്റഡ് വെൻ ദേ ആർ ഫുള്ളി ഡെവലപ്ഡ്. ഹെർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുറ്റിച്ചെടികൾ എന്നൊക്കെ പറയും. അതായത് കുറച്ച് മാത്രം വളർച്ചയുള്ള ഈ കുഞ്ഞു ചെടികളുടെ, ഈ കുറ്റിച്ചെടികൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അവയെ നമ്മൾ കളക്ട് ചെയ്യുന്നത് അവ വളർന്ന് അവയുടെ റൂട്ട് അവിടെ അവശേഷിപ്പിക്കുക, റൂട്ടിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഹെർബ്സ് കളക്ട് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് പ്ലാന്റ് കിങ്ഡത്തിൽ നിന്നുള്ള കളക്ഷൻ. നമുക്ക് ഒന്നും കൂടി ഇതിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഓൾ പ്ലാന്റ്സ് ഫ്ലവറിംഗ് സീസണിലാണ്, വെൻ പാർട്ട്ലി ഇൻ ഫ്ലവർ ആൻഡ് പാർട്ട്ലി ഇൻ ബഡ് ഡ്യൂറിംഗ് സണ്ണി വെതർ. ഓക്കെ, റൂട്ട്സ് ഓഫ് ആനുവൽസ് ആർ കളക്റ്റഡ് early in the autumn. Roots of biennials are collected in the spring of second year. Perennials are collected in the second or third year before they develop woody fibers. Stems are collected after the development of leaves. Okay. And leaves are collected just before and during the early part of flowering time. Then biennial plants are in the spring or second year as soon as flowering stems begins to shoot. Twigs are collected of present year's growth only. Flowers same as leaves and whole plants are partly in bud and partly in blossom in dry sunny weather. Bulbs are collected as soon as they mature when their leaves begin to decay. Fruits and seeds are collected when they are fully ripe. Succulent ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട ടൈമിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് മാത്രം ഡ്രൈഡ് ഫ്രൂട്ട്സിനെ നമ്മൾ ക്ലോസ്ഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ചിട്ട് മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്താൽ മതിയാകും. ഓക്കെ, വുഡ് എങ്ങനെയാണ്? വുഡ് ഇൻ ദ ഏർലി സ്പ്രിംഗ് ഓർ ലേറ്റ് ഇൻ ഓട്ടം ബിഫോർ ദ ജ്യൂസസ് ആർ നോട്ട് എക്സ്ഹോസ്റ്റഡ്. ബാർക്സ് റെസിൻ ബാർക്സും ഉണ്ട്, നോൺ റെസിൻ ബാർക്സും ഉണ്ട്. അത് റെസിൻസ് ആണെങ്കിൽ ഏർലി സ്പ്രിംഗ് അറ്റ് ദ ടൈം ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ലീവ്സ് ആൻഡ് ബ്ലോസംസ്. നോൺ റെസിൻസ് ആണെന്നുണ്ടെങ്കിൽ ലേറ്റ് ഇൻ ഓട്ടം ഫ്രം യങ് വിഗറസ് ട്രീസ്. ഹെർബ്സ് എങ്ങനെയാണ്? വെൻ ദേ ആർ ഫുള്ളി ഡെവലപ്പ് ജസ്റ്റ് കട്ട് ജസ്റ്റ് എബവ് ദ റൂട്ട്സ്. അങ്ങനെ വേണം ഹെർബ്സ്
കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഫ്രം ദ ആനിമൽ കിങ്ഡം. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വെനംസ്. വെനംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ക്രോട്ടാലസ്, അതായത് സ്പൈഡർ മെഡിസിൻസ്, സ്നേക്ക് മെഡിസിൻസ്, ഇതൊക്കെ ഇവയുടെ പോയിസൺസ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ അനിമൽ കിങ്ഡത്തിന് വെനംസിൽ നിന്ന് എടുക്കുന്ന, നമ്മൾ പെട്ടെന്ന് സ്നേക്സിനെ മാത്രം ഓർക്കും. സ്നേക്സിനെ മാത്രമല്ല നമ്മൾ വെനംസ് ആയിട്ട് കരുതുന്ന സ്പൈഡർ മെഡിസിൻസ് വരുന്നുണ്ട്, ലിസാർഡ്സിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻസ് വരുന്നുണ്ട്. ഈവൻ എപ്പിസ് മെല്ലിഫിക്ക പോലും നമ്മളറിയാം ആ ഹണിബീന്റെ ഒരു തരം പോയിസണിൽ നിന്ന് എടുക്കുന്ന മെഡിസിൻ ആണ്. അപ്പൊ വെനംസ് ആണ്. അപ്പൊ വെനംസ് നമ്മൾ സെറോളജിക്കൽ ആയിട്ടുള്ള ലബോറട്ടറീസ് ലാബിൽ കളക്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്യുന്നു. ഏതിലാണ് വെനംസ് പ്രിസർവ് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, ഞാനത് ഹൈലൈറ്റ് ചെയ്യാൻ മറന്നുപോയി. വെനംസ് കളക്ട് ചെയ്യുന്നത് ഏതിലാണ്? ഗ്ലിസറിൻ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക, മെമ്മറിയിലേക്ക് ഇപ്പൊ തന്നെ കയറ്റുക. വെനംസ് ആർ കളക്റ്റഡ് ഇൻ ആൻഡ് പ്രിസർവ്ഡ് ഇൻ ഗ്ലിസറിൻ. വെനംസ് ആർ കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ ഗ്ലിസറിൻ. അപ്പൊ വെനംസ് ഗ്ലിസറിനിലാണ് കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നത്. വെനംസിൽ തന്നെ പല വെനംസും പല രീതിയിൽ, അതിൽ ഈ ഗ്ലിസറിനിൽ അല്ലാതെ നമ്മൾ കുറച്ച് സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇലാപ്സ് എന്ന് പറയുമ്പോൾ ഇലാപ്സ് കൊറാലിനസ്, നമുക്കറിയാം കോറൽ സ്നേക്ക് അല്ലെ. കോറൽ സ്നേക്കിനെ എങ്ങനെയാണ് അതിന്റെ വെനം കളക്ട് ചെയ്യുന്നത്? ബൈ കംപ്രസിംഗ് എ ബട്ടർ പ്ലേറ്റ് എഗൈൻസ്റ്റ് ദ ഫാൻസ് or by letting the snake bite through a cloth covering a wide mouth bottle. അതായത് ഒരു ബട്ടർ പ്ലേറ്റ് എടുക്കുക, ബട്ടർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു വൈഡ് മൗത്ത് ഉള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് ഈ സ്നേക്കിനെ അതിന്റെ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഫാങ്സിനെ നമ്മൾ ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇലാപ്സ് പോലുള്ള കോറൽ സ്നേക്കിലൊക്കെ, ഇലാപ്സ് കൊറാലിനസിലെ വെനംസ് കളക്ട് ചെയ്യുന്നത്. ലാക്കസീസിന്റെ വെനം എങ്ങനെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. ജനറലി വെനംസ് ആർ കളക്റ്റഡ് ഇൻ ഗ്ലിസറിൻ, ബട്ട് ലാക്കസീസിൽ കളക്ട് ചെയ്യുന്നത് ഷുഗർ ഓഫ് മിൽക്കിലാണ്. സോ റിമെമ്പർ, ലാക്കസീസ് വെനം ഈസ് കളക്റ്റഡ് ഇൻ ഷുഗർ ഓഫ് മിൽക്ക്. എങ്ങനെയാണ്? ബൈ പ്രസിംഗ് ദ പോയിസൺ ഫാൻ അപ്വേർഡ്സ് എഗൈൻസ്റ്റ് ദ ബാഗ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു കളക്ടിങ് ബാഗ് ഉണ്ട്, ആ ബാഗിന് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഫാൻസിനെ പ്രസ് ചെയ്തുകൊണ്ട് ഷുഗർ ഓഫ് മിൽക്കിലാണ് ലാക്കസീസിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ലാക്കസീസ് ഈസ് സുർക്കുക്കു സ്നേക്ക്. അറിയാമല്ലോ, സുർക്കുക്കു സ്നേക്ക് നമുക്ക് വെറ്ററിനറി മെഡിക്കലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വിമൺ മെഡിസിൻ ആണ്. ഒരു ക്ലൈമാട്രിക് ആയിട്ടുള്ള കംപ്ലൈൻസിന് യൂസ് ചെയ്യുന്ന ഒരു മെന്നിന് ഉപയോഗിക്കും, ബട്ട് അതൊരു വിമൺ മെഡിസിൻ ആയിട്ടാണ്, ഫീമെയിൽ റെമഡി ആയിട്ടാണ് ലാക്കസീസ്, സെപ്പിയ, പൾസ് ഒക്കെ പറയുന്നത് അല്ലെ. അപ്പം ലാക്കസീസ് എന്ന് പറയുമ്പോൾ വെനം കളക്ട് ചെയ്യുന്നത് ഷുഗർ ഓഫ് മിൽക്കിലാണ്. ലാക്കസീസ് ഷുഗർ ഓഫ് മിൽക്കിലാണ്. വെനംസ് ജനറലി കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ ദ ഗ്ലിസറിൻ. അപ്പൊ അത് നോട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്രോട്ടാലസ്, നാജ, വിപ്പേറ. ക്രോട്ടാലസും നാജായും വിപ്പേറ, വൈപ്പറും ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ക്ലോറോഫോമിന്റെ, നമ്മൾ നേരത്തെ ലാക്കസീസും ഇലാപ്സും നമ്മൾ സ്നേക്കിനെ ക്ലോറോഫോമിന്റെ അതിനെ അബോധാവസ്ഥയിലാക്കുന്നില്ല. പക്ഷെ ക്രോട്ടാലസും നാജയും വൈപ്പേറയും നമുക്കറിയാം കുറച്ചും കൂടി പോയിസണസ് ആയിട്ടുള്ള സ്നേക്സ് ആണ്. അപ്പൊ നമ്മൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത് അത് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അബോധാവസ്ഥയിലാക്കിയിട്ട് വേണം കളക്ട് ചെയ്യാൻ. ഗ്ലിസറിനിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ദെൻ ബുഫോർ ആണ്, നമുക്കറിയാലോ എന്താണ്, നമ്മള് സാധാരണ ടോഡ് ചെയ്തെടുക്കുന്ന മെഡിസിൻ ആണ്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ബുഫോർ ആണ്, ദ ലൈവ് ആനിമൽ ഈസ് ഫാസ്റ്റഡ് ടു എ സ്ലേബ് ഓഫ് കോർക്ക് ഓർ 4 സ്ട്രോങ് പിൻസ് സ്ട്രക്ക് ടു ദ വെബ്സ് ഓഫ് ദ ഫീറ്റ്. അതായത് ഫസ്റ്റ് ചെയ്യുന്നത് ഈ ടോഡിനെ പിടിച്ചിട്ട് അതിന്റെ വെബ്, അതിന്റെ കാലത് വെബാണ് അല്ലെ, ഇങ്ങനെ ചേർന്ന് വെബ്സ് ആണ് അതിനുള്ളത്. ഈ ഡക്കിന്റെ ഒക്കെ ലെഗ്സ് പോലെ അതിനും വെബ്സ് ആണുള്ളത്. ആ വെബ്സിൽ പിന്നുകൊണ്ട് തറച്ചു വെക്കും, അതായത് ഇത് ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താണ്, ഒരു ഇൻഡക്ഷൻ അപ്പാരറ്റസ് പോൾസ് കൊണ്ട് പതുക്കെ ഇതിന്റെ ഈ ആനിമലിന്റെ ബാക്കിലേക്ക് വന്നിട്ട് അവിടെയാണ് അതിന്റെ പോയിസൺ ഉള്ളത്. അവിടെ അതിന്റെ ഡോർസൽ ഗ്ലാൻസിൽ നിന്ന് എന്തെടുക്കുന്നു? പോയിസൺ എടുക്കുന്നു. അങ്ങനെയാണ് ബുഫോയൊക്കെ. വെനംസ് എല്ലാം ഗ്ലിസറിലാണ്. ലാക്കസീസ് ഷുഗർ ഓഫ് മിൽക്കിലാന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് കന്താറിസ്. കന്താറിസ് എപ്പോഴാണ്? മെയ് ഓർ ജൂണിലാണ് കന്താറിസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, കന്താറിസ് മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ആണ് കളക്ട് ചെയ്യുന്നത്. ഇൻസെക്ട്സ്
സ്വാം അപ്പോൺ ട്രീസ്. ഈ കന്താരിസ് എന്താണ്? കന്താരിസ് സ്പാനിഷ് ഫ്ലൈ ആണ്, ഒരു ഫ്ലൈ ആണ് അല്ലെ. ആ ഫ്ലൈ ഈ മരത്തിലൊക്കെ എന്താ പറയാ വന്നിട്ട് സ്വാം അപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് കൂട്ടം കൂടി അവരുടെ ഒരു പർട്ടിക്കുലർ ടൈമില് അവരൊരു കൂട്ടം കൂടി മരത്തിലേക്ക് ഒരു കൂട്ടം കൂടി വന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു റീപ്രൊഡക്ഷൻ സമയമാണ്. ആ ഒരു സമയമാകുമ്പോൾ അവർ ഒന്ന് ചേരും. ആ സമയത്താണ് നമ്മൾ കന്താരിസ് കളക്ട് ചെയ്യുന്നത്. അതും മോർണിംഗിൽ സൂര്യോദയത്തിലാണ് കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ കളക്റ്റഡ് ഇൻ ദ മോർണിംഗ് അറ്റ് സൺറൈസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ബോയിലിംഗ് വിനിഗറിൽ നമ്മൾ ഈ കന്താരിസ്, ഈ സ്പാനിഷ് ഫ്ലൈയെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്തിട്ട് ഇവയെ നമ്മൾ ബോയിലിംഗ് അരിപ്പകൾ സീവ്സിന്റെ പുറത്ത് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതിനെ ബോയിലിംഗ് വിനിഗറിനെ എക്സ്പോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ മെഡിസിൻ അവരെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതാണ് കന്താരിസ് മെയ് ഓർ ജൂൺ ആണ്. കളക്റ്റഡ് ഇൻ ദ മോർണിംഗ് അറ്റ് സൺറൈസ് ആണ്. ഈ റെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ വെനംസ് ഒക്കെ ജനറലി കളക്ട് ചെയ്യുന്നത് ഗ്ലിസറിൻ ആണ്. ലാക്ടസീസ് ചോദിച്ചാൽ ഗ്ലിസറിൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ലാക്ടസീസ് ഷുഗർ ഓഫ് മിൽക്കിലാണ്. ഓക്കെ. കന്താരിസ് മെയ് ജൂൺ മാസങ്ങളിലാണ്, മോർണിംഗിലാണ്, സൺറൈസിലാണ് ചെയ്യുന്നത്. ഓക്കെ. കന്താരിസ് കളക്ട് ചെയ്യാൻ നമ്മൾ ബോയിലിംഗ് വിനിഗറിന്റെ വേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ഓർത്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഫ്രം അനിമൽ കിങ്ഡത്തിന് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വെനംസ് ആർ ഒബ്റ്റൈൻഡ് സെറോളജിക്കൽ ലബോറട്ടറീസ്. എങ്ങനെയാണ് കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ഇൻ ദ ഗ്ലിസറിൻ? നമ്മൾ ഗ്ലിസറിനിൽ തന്നെ കളക്ട് ചെയ്ത് അതിൽ തന്നെ പ്രിസർവ് ചെയ്ത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. അത് ഇലാപ്സ് ഒക്കെ ആണെങ്കിലും ലാക്കസീസ് ആണെങ്കിലും അതിന് നമ്മൾ ക്ലോറോഫോമിന് വിധേയമാക്കുന്നില്ല. ലാക്കസീസ് ഷുഗർ ഓഫ് മിൽക്കിലാണ് കളക്ട് ചെയ്യുന്നത്. ദെൻ ക്രോട്ടാലസ്, നാജ, വൈപ്പറ ഇത് മൂന്നും എക്സ്ട്രീംലി പോയിസണസ് ആയതുകൊണ്ട് ക്ലോറോഫോമിന്റെ ഇൻഫ്ലുവൻസിലാണ് ഉള്ളത്. നമ്മൾ ക്ലോറോഫോമിന്റെ ഇൻഫ്ലുവൻസിലാണ് വെനംസ് കളക്ട് ചെയ്യുന്നത്. ഗ്ലിസറിനിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ബുഫോ ഓൾസോ കളക്റ്റഡ് ഇൻ ഗ്ലിസറിൻ. അതിന്റെ ഡോർസൽ ഗ്ലാൻസിൽ നിന്നാണ് നമ്മൾ മെഡിസിൻസ് വെനംസ് കളക്ട് ചെയ്യുന്നത്. കന്താരിസ് ഇൻ ദ മെയ് ഓർ ജൂൺ ആണ്. കളക്റ്റഡ് ഇൻ ദ മോർണിംഗ് അറ്റ് ദ സൺറൈസ്. അവയെ നമ്മൾ പിടിച്ച് ദേ ആർ എക്സ്പോസ് ടു സീസ് ടു ദ വേപ്പർ ഓഫ് ബോയിലിംഗ് വിനിഗർ. അപ്പൊ എന്താണ് ഈ ബോയിലിംഗ് വിനിഗറിന്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പുക അടിക്കുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും? സ്മോക്ക്, ഈ വേപ്പർ അടിക്കുമ്പോൾ ഇവർക്ക് എന്താ പറയുക, ഇവര് മരണപ്പെടും. അതായത് ഇവർക്ക് ശ്വാസം മുട്ടിയിട്ട് അങ്ങനെ ഇവർക്ക് ഡെത്ത് സംഭവിക്കും. എന്നിട്ടാണ് നമ്മൾ അവരുടെ മെഡിസിൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് സ്പാനിഷ് ഫ്ലൈ. കന്താരിസ് നമുക്കറിയാം, നമുക്ക് യൂറിനറി ട്രാക്റ്റിലൊക്കെ നല്ല ആക്ഷൻ വരുന്ന ഒരു മെഡിസിൻ ആണല്ലേ കന്താരിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് പറഞ്ഞിരുന്നത് ഇത്രയാണ്. ഓക്കെ. ഫാർമസി, ഫാർമക്കോപ്പിയ, കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ. അപ്പൊ ഇതിൽ ഇനി ഏതെങ്കിലും പോയിന്റ് ആർക്കെങ്കിലും പറയണോ? ഏതെങ്കിലും ടോപ്പിക്സ് പറയണോ? ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മീറ്റിന്റെ സ്ക്രീനിലല്ല ഉള്ളത്. അപ്പം മെസ്സേജ് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഒന്ന് പറയണേ ആരെങ്കിലും. ഇതുവരെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പം എന്നാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളൊന്ന് ആൻസർ പറയും. ഓക്കെ. ജസ്റ്റ് നമ്മളൊന്ന് എൻ്റെ ചെയ്യണതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ. ഫസ്റ്റ് എഡിഷൻ ഓഫ് ഹോമിയോപ്പതിക് ഒഫീഷ്യൽ ഫാർമക്കോപ്പിന്റെ ഫസ്റ്റ് എഡിഷൻ ഏത് ഇയർ ആണ്? നോക്കട്ടെ എത്ര പേര് മനസ്സിലാക്കിയെന്ന്. ഏത് ഇയർ? 1971. ഏത് ഇയർ ആയിരുന്നു? 1971. എത്ര ഡ്രഗ്സ് ആയിരുന്നു? 180 ഡ്രഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആദ്യത്തെ 8 എഡിഷൻസിൽ നമുക്ക് എത്ര മോണോഗ്രാഫ്സാ വന്നിരുന്നേ? 916 ആണ് ഉണ്ടായിരുന്നത്. അപ്പം സെക്കൻഡ് ഓളി എപ്പോഴായിരുന്നു? 1974. 105 ഡ്രഗ്സ് വരുന്നത് ഏതൊക്കെ വോളിയത്തിലായിരുന്നു? ഹോമിയോപ്പതി ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ 105 ഡ്രഗ്സ് ഉണ്ടായിരുന്നത് ഏതൊക്കെ വോളിയത്തിലായിരുന്നു? 7. ഓക്കെ. ഇനി ആദ്യമായിട്ട് നോസോഡ്സിനെ മെൻഷൻ ചെയ്തത് ഹോമിയോപ്പതി ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യയുടെ ഏത് വോളിയത്തിലായിരുന്നു? 4th. ഏതൊക്കെ നോസോഡ്സാ മെൻഷൻ ചെയ്തത്?
ഡിഫ്തീരിയ, മെഡോറിനം, പെഡോറിനം, ട്യൂബർക്കുലിനം, ആൻഡ് ട്യൂബർക്കുലിനം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷ്വാബിന്റെ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ പോളിഗ്ലോട്ടിക്ക ഇയർ ഏതാണ്? ഷ്വാബിന്റെ 1872. 1872. ഓക്കെ, 1829 എന്തായിരുന്നു? ഹാർട്ട്മാൻ. അത് ഓർക്കുക. ഹു ഇസ് ദ ഫാദർ ഓഫ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ? ഡോക്ടർ കാസ്പെരി. Who is the father of pharmacopoeia? Valerius. Yes, Valerius Cordus. Which is the first homeopathic pharmacopoeia of India? Bhattacharya. Here, pharmaceutics manual ന്റെ ഇയർ ഏതാണ്? ഫാർമസ്യൂട്ടിക്സ് മാനുവലിന്റെ ഇയർ ഏതാണ്? ഭട്ടാചാര്യയുടെ 92 ഫാർമസ്യൂട്ടിക്സ് മാനുവലിന്റെ ഇയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വെനംസ് കളക്ട് ചെയ്യുന്നത് ഏതിലാണ്? വെനംസ് കളക്ട് ചെയ്യുന്നത് ലാക്ടോസിന്റെ വെനം കളക്ട് ചെയ്യുന്നത് ഏതിലാണ്? ഷുഗർ ഷുഗർ ഓഫ് മിൽക്കിലാണ്. ഓക്കെ, ഇനി കാന്താറിസിന് ഏത് മന്തിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? കാന്താറിസ് ജൂണിലാണ് കളക്ട് ചെയ്യുന്നത്. ബിഫോർ ആണ് നമ്മൾ ഏതിലാണ് കളക്ട് ചെയ്യുന്നത്? പ്രിസർവ് ചെയ്യുന്നത് ബിഫോർ ആണ് ാണ് കളക്ട് ചെയ്യുന്നത്. ക്ലോറോഫോമിന്റെ ഇൻഫ്ലുവൻസിൽ വെനം കളക്ട് ചെയ്യുന്ന മെഡിസിൻസ്, വെനംസ് കളക്ട് ചെയ്യുന്നത് ഏതൊക്കെ മെഡിസിൻസിന്റെയാണ്? അല്ലെ. നെക്സ്റ്റ് ഈസ് BHP ന്റെ ഫസ്റ്റ് എഡിഷൻ ഏതാണ്? BHP 1870. ഫ്രാഗ്മെന്റ ഡി വെർബിസിന്റെ ഇയർ ഏതാണ്? ഫ്രാഗ്മെന്റ ഡി വെർബിസ് 1805. How many drugs are mentioned in Fragmenta? 27. ഏത് ലാംഗ്വേജ് ആണ് ഫ്രാഗ്മെന്റ? മെട്രിയ മെഡിക്കയിൽ എത്ര എഡിഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞേ? 3 editions ആണ്. Third edition of Meteria Medica Pura was translated by Dudgeon. Okay. First edition of Meteria Medica Pura എത്ര മെഡിസിൻസ് ആണ് ഉണ്ടായിരുന്നത്? 64 medicines. Third edition of Meteria Medica Pura, how many drugs? 67. Chronic diseases ആദ്യത്തെ എഡിഷനിൽ എത്ര മെഡിസിൻസ് ആയിരുന്നു? 22. സെക്കൻഡ് എഡിഷനിൽ വന്നപ്പോ 47. Second edition of chronic diseases was translated by ആരാണ്? Dudgeon ആണ്. ഇനി ഞാൻ പറയാത്ത ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. ഇതുവരെ പറയാത്തൊരു കാര്യം. ഈ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് ആണോ, ലാറ്റിൻ ആണോ, ഫ്രഞ്ച് ആണോ, അറാബിക് ആണോ? ഗ്രീക്ക്. ഓക്കെ, ഫാർമക്കോപ്പിയ വേർഡ് ഒറിജിൻ ചോദിച്ചാൽ ഗ്രീക്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഈ ഗ്രീക്ക് ഒറിജിനിലുള്ള വേറെ ഏതൊക്കെ വേർഡ്സ് ഉണ്ട് നമ്മുടെ ഫാർമസിയിൽ? ഹോമിയോപ്പതി എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് ഒറിജിൻ ആണ്. ഓക്കെ, ഫാർമക്കോപ്പിയ ഗ്രീക്ക് ഒറിജിൻ ആണ്. ഇഡിയോസിൻക്രസി ഗ്രീക്ക് ഒറിജിൻ ആണ്. ഫാർമസി ഗ്രീക്ക് ഒറിജിൻ ആണ്. ഡൈനമിക്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഒറിജിൻ ആണ്. പോസോളജി, ഡോസ്, നോസോഡ്, സാർക്കോഡ്, ടോട്ടോപ്പതി ഇത്രയും ഗ്രീക്ക് ഒറിജിൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഗ്രീക്ക് ഒറിജിൻസ് പറഞ്ഞേ? ഹോമിയോപ്പതി ഗ്രീക്ക് ഒറിജിൻ ആണ്. ഫാർമസി, ഫാർമക്കോപ്പിയ. ഓക്കെ, ഫാർമസി, ഫാർമക്കോപ്പിയ ഗ്രീക്ക് ആണ്. ഡൈനമിക്സ് ഗ്രീക്ക് വേർഡ് ആണ്. ഇഡിയോസിൻക്രസി ഗ്രീക്ക് ഒറിജിൻ ആണ്. പോസോളജി, ഡോസ്, നോസോഡ്സ്, സാർക്കോഡ്സ്, ഓൾസോ ടോട്ടോപ്പതി ഇത്രയും വേർഡ്സ് ഗ്രീക്ക് ഒറിജിൻ ആണ്. ഓർക്കുക. ലാറ്റിൻ ഒറിജിനിലുള്ള ഏതൊക്കെ വേർഡ്സ് അറിയാം നമുക്ക്? ലാറ്റിൻ പ്ലാസിബോ, ഞാൻ പറയാം, നോട്ട് ചെയ്തോളൂ. പ്ലാസിബോ, പ്രിസ്ക്രിപ്ഷൻ, വെഹിക്കിൾ, ഓഡേഴ്സ് ആപ്പറെ, സിമിലിയ സിമിലിബസ് ക്യുറേൻഡർ, മെറ്റീരിയ മെഡിക്ക, സറോഗേറ്റ് എന്നൊക്കെ പറയുന്നത് ലാറ്റിൻ ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു? പ്രിസ്ക്രിപ്ഷൻ ലാറ്റിൻ ആണ്, പ്ലാസിബോ ലാറ്റിൻ ആണ്,
വെഹിക്കിൾസ് ലാറ്റിൻ വേർഡാണ്. ഓർഡേഴ്സ് ആപ്പറെ ലാറ്റിൻ വേർഡാണ്. നമ്മുടെ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ ലാറ്റിൻ വേർഡാണ്. ഏതാണ്? സിമിലിയ, സിമിലിബസ്, ക്യൂറേറ്റ്. അതുപോലെ മെട്രിയ മെഡിക്കയും സറോഗേറ്റ്സ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ ആണ്. ഓൾസോ ഒരു കാര്യം നോക്കുക, നോസോട്സ് എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് ആണ്. പക്ഷെ നോസോട്സിന്റെ ചിലയിടത്ത് നമ്മൾ നോക്സ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോസോഡ് എന്ന് പറയുന്നത് ചോദിച്ചാൽ അത് ഗ്രീക്ക് ആണ്. നോക്സ എന്ന് പറയുന്ന വേർഡ് വിച്ച് ഓൾസോ മീൻ നോസോട്സ്, ആ വേർഡാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലാറ്റിൻ ആണ്. ഇനി ഫ്രഞ്ച് വേർഡ് ഒറിജിൻ വരുന്നത് നമുക്ക് ഡ്രഗ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡ് ഒറിജിൻ ആണ്. ഓക്കെ, ഡ്രഗ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡ് ഒറിജിൻ ആണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് അറാബിക് ആയിട്ടുള്ള ഒറിജിൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് നമ്മൾ മനസ്സിൽ വെക്കുക. ഈ വേർഡ് ഒറിജിൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ റെക്കോർഡിംഗ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഒന്നും കൂടി പറയണോ ഏതെങ്കിലും? ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം. ഈ വേർഡ് ഒറിജിൻസ് പറയണോ ഏതെങ്കിലും? എന്നാ പറഞ്ഞ എഴുതിയെടുത്തവരൊന്ന് പറയണേ. ഗ്രീക്ക് വേർഡ് ഒറിജിൻസ് ഏതൊക്കെയായിരുന്നു? ഫാർമകോപ്പിയ, ഡൈനാമിക്സ്, ഫാർമസി, ഇഡിയോസിൻക്രസി, നോസോഡ്, ഹോമിയോപ്പതി, ടോട്ടോപ്പതി, സാർക്കോഡ് വരുന്നുണ്ട്, ഡോസ് വരുന്നുണ്ട്, പോസോളജി വരുന്നുണ്ട്, ഓൾസോ ഫാർമസി ഈസ് ഓൾസോ ഗ്രീക്ക് വേർഡ്. ലാറ്റിൻ ഏതൊക്കെയായിരുന്നു? മെറ്റീരിയ മെഡിക്ക, സിമിലിയ, സിമിലിബസ്, മെറ്റീരിയ മെഡിക്ക, പ്രിസ്ക്രിപ്ഷൻ, പ്ലാസിബോ, ഓർഡേഴ്സ് ആപ്പറെ, ഓർഡേഴ്സ് ആപ്പറെ, സിമിലിയ, സിമിലിബസ്, ക്യൂറേറ്റർ, വെഹിക്കിൾ. യെസ്, ഓക്കെ, വെഹിക്കിൾ, അതും ലാറ്റിൻ ആണ്. ഫ്രഞ്ച് ഏതായിരുന്നു? ഡ്രഗ്. അറാബിക്കിൽ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ആൽക്കഹോൾ. ആൽക്കഹോൾ. അപ്പൊ